രാജു സാറേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണോ? സ്റ്റാർട്ട് ചെയ്യാം സാർ. ഓക്കെ ഓക്കെ. എല്ലാവർക്കും ഗ്ലോബൽ സിഒയിലേക്ക് ഞാൻ എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ആൻഡു. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ബേസിക്കലി ഞാൻ ഒരു അധ്യാപകനാണ്. അതിനോടൊപ്പം തന്നെയാണ് ഇന്ന് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യാൻ പോകുന്ന ഈ ഒരു പ്രൊജക്റ്റ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യും. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ എനിക്കും എൻ്റെ കൂടെ ഒരുപാട് വ്യക്തികളിലേക്ക്, കുടുംബങ്ങളിലേക്ക് ഒരുപാട് സമ്പത്തും ആരോഗ്യമൊക്കെ എത്തിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ലക്കിയായ ഒരു ദിവസമാണ്. കാരണം നമ്മൾ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ഷെയർ ചെയ്യുന്ന വ്യക്തിത്വത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം കണ്ണൂരിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഒരു പ്രവാസിയായിരുന്നു. വർഷങ്ങളോളം പ്രവാസിയായിട്ട് ദുബായിൽ ജോലി ചെയ്യുകയും അവിടെ നിന്നുകൊണ്ട് ഈ ഒരു പ്രൊജക്ട് വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് അങ്ങനെ ഇന്ന് ഈ ഒരു പ്രൊജക്റ്റില് ഒരു ക്രൗൺ ഡയറക്ടർ പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമുക്കിന്ന് ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യുന്നത്. അദ്ദേഹം ഇന്ന് ഇതിലൂടെ ഒരുപാട് സ്വന്തം ജീവിതത്തിലും അതുപോലെ തന്നെ അനേകം കുടുംബങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക് ആരോഗ്യം, സമ്പത്തൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുള്ള വ്യക്തിത്വമാണ്. ഈ ഒരു വ്യക്തിത്വത്തെ വളരെ സ്നേഹപൂർവ്വം ഞാൻ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരോടും ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ വളരെ വേണ്ടപ്പെട്ട എല്ലാവരെയും എത്രയും പെട്ടെന്ന് വിളിച്ച് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം അവർക്കും ഈ ഒരു പ്രൊജക്റ്റ് കേട്ട് അവരുടെ ലൈഫിൽ നമ്മൾ വഴി ഒരു മാറ്റം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു പുണ്യപ്രവൃത്തിയായിട്ട് മാറും. അപ്പൊ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും, ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള ഓരോ വ്യക്തിയും നമ്മുടെ വളരെ വേണ്ടപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് വിളിച്ച്, കാരണം ഷാജി സാർ വന്ന് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് തരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട എല്ലാവരെയും ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കാം. അപ്പൊ എന്തായാലും ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എല്ലാവരുടെ പേരിലും വളരെ സ്നേഹപൂർവ്വം, ആദരവോടെ, സ്നേഹത്തോടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കാണ്. വാം വെൽക്കം ഷാജി സാർ. താങ്ക് യു ആൻഡോ മാഷ്. എന്റെ വോയിസ് ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. താങ്ക് യു വെരി മച്ച്. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മനോഹരമായ ഗ്ലോബൽ സിഒയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഇന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കാൻ വന്ന എല്ലാവരും ഒന്ന് ക്ഷമയോടെ ഈ ഒരു 40 മിനിറ്റ് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ, ലക്ഷറി ലൈഫിലേക്ക് പോകാനുള്ള ഒരു അവസരമാണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. ശ്രദ്ധയോടെ കേൾക്കുക, ക്ഷമയോടെ കേൾക്കുക. ഞാൻ ഒന്നും കൂടി എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷാജി മിത്തൽ, ഫ്രം കണ്ണൂരാണ് സ്വദേശം. ആൻഡോ മാഷ് പറഞ്ഞ പോലെ ഏകദേശം 22 വർഷം പ്രവാസിയായിരുന്നു, ദുബായിലായിരുന്നു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് പാർട്ട് ടൈം ആയിട്ട് ഈ ഒരു ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കണക്ട് ആയത്. ഇന്ന് എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ച ഒരു ബിസിനസ് അവസരമാണ്. അതോടെ ഒരുപാട് കുടുംബങ്ങളിലേക്കും നല്ലൊരു മാറ്റങ്ങൾ, സമൃദ്ധി എത്തിക്കാൻ സാധിച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് വിന്നിംഗ് ടീം എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനാണ്. വിന്നിംഗ് ടീം എന്ന് പറഞ്ഞാൽ ജയ്പൂർ ആസ്ഥാനമായ ഒരു ഓർഗനൈസേഷനാണ്. ജീവിതത്തിൽ സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ മെന്ററിങ് ചെയ്ത്, ട്രെയിനിങ് ചെയ്ത്, സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന ഒരു ഓർഗനൈസേഷനാണ് വിന്നിംഗ് ടീം. നിരവധി കുടുംബങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് വരുമാനം എത്തിച്ചു കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ. ഇന്ന് നമ്മളൊരു ലൈഫ് സക്സസ് ആവണമെങ്കിൽ അതിന് നമുക്ക് സമയം വേണം, പണം ആവശ്യമാണ്, എൻജോയ് ചെയ്യാനുള്ള പണം ആവശ്യമാണ്. ചിലപ്പോൾ നമ്മൾ പണം ഉണ്ടാക്കുന്ന സമയത്ത്, മണി ഉണ്ടാക്കുന്ന സമയത്ത്, സമയം ഉണ്ടാക്കുന്ന സമയത്ത് ആരോഗ്യം നഷ്ടപ്പെട്ടു പോയേക്കാം. ഇത് മൂന്നും കോർത്തിണക്കിയതാണ് ഒരു വ്യക്തിയുടെ ലൈഫ് സക്സസ് ആയെന്ന് പറയത്തുള്ളൂ. ഇവിടെ നമുക്ക് നോക്കാം, ഒരു 20 വയസ്സ് വരെയുള്ള ആൾക്കാരുടെ സ്ഥിതി എന്തായിരിക്കും? 20 വയസ്സ് വരെ സ്റ്റുഡൻ്റ് ആയിരിക്കും, പഠിക്കുന്ന സമയമായിരിക്കും, അവരെ കൈവശം പൈസ ഒന്നും ഉണ്ടാകത്തില്ല, പക്ഷെ ഇഷ്ടംമാതിരി സമയം ഉണ്ടാവും, നല്ല ആരോഗ്യം ഉണ്ടാവും. 20 വയസ്സിന് ശേഷം ഒരു 60 വയസ്സ് വരെ നോക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാരാവും, അവരുടെ കൈവശം പൈസ ഉണ്ടാവും, പക്ഷെ സമയം കുറവായിരിക്കും, ഫുൾ ബിസി ലൈഫായിരിക്കും, ആരോഗ്യം ഉണ്ടാവും. 60 വയസ്സ് റിട്ടയർമെൻറ്റ് പ്രായമാണ്. കുറച്ച് കാലം നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് കുറച്ച് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. റിട്ടയർമെൻ്റ് ആയതുകൊണ്ട് സമയം ഇഷ്ടംമാതിരി ഉണ്ടാവും, പക്ഷേ അവർ പിന്നെ ഫോക്കസ് ചെയ്യുന്നത് നല്ലൊരു ആരോഗ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. നമുക്കിത് മൂന്നും, ടൈമും അതോടൊപ്പം തന്നെ മണിയും ആരോഗ്യവും കോർത്തിണക്കിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. CEO, കൺസ്യൂമർ എംപവർമെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ബി എ സ്മാർട്ട് കൺസ്യൂമർ. ഒരു കസ്റ്റമറിനെ അവരുടെ ജീവിത ചെലവുകളെ ഒരു ബിസിനസ് ഓൺട്രപ്രണർ ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു. CEO നമുക്ക് എന്തൊക്കെയാണ് തരുന്നത്? ഇന്ന് നമുക്ക് ജോലി ചെയ്താൽ ലഭിക്കാത്ത
എല്ലാ കാര്യങ്ങൾ പോലും നമുക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നു. ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നമുക്കറിയാം. നമുക്കൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി ഇപ്പം യുദ്ധം നടക്കുന്ന സമയത്ത് പ്രവാസിയായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും. പല ആൾക്കാരുടെ ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വരേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരെ ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടാവും അല്ലേ? ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നമുക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നേടാനും ഇന്ന് മിക്ക ആൾക്കാരും ഒരു EMI ലൈഫായിരിക്കും. എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പോൾ ഇവിടെയൊക്കെ EMI അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രഗിൾ ലൈഫിലായിരിക്കും പല ആൾക്കാർ പോകുന്നുണ്ടാവും. ഈ CEO നമുക്കൊരു EMI ഫ്രീ ലൈഫിലേക്ക് പോകാൻ സാധിക്കും. കുട്ടികൾക്ക് ബെറ്റർ എഡ്യൂക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇന്ന് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് നമുക്ക് വരുന്ന മക്കളുടെ വിദ്യാഭ്യാസത്തിനാണ്. എല്ലാ അച്ഛനമ്മമാരും ചെയ്യുന്നത് മക്കളെ നന്നായി പഠിപ്പിക്കുക, അത് കഴിയുമ്പോൾ അവരെ കല്യാണം കഴിപ്പിച്ച് അയക്കുക എന്നുള്ളതാണ്. ഇവിടെ ഒരു ബെറ്റർ എഡ്യൂക്കേഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടാവും. അതുപോലെ നമ്മൾ ഇഷ്ടപ്പെട്ട വീട്, ഒരു ലക്ഷറി വീട് വെക്കണമെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ്. സ്വാഭാവികമായിട്ടും നമ്മളൊരു ജോലി ചെയ്യുന്ന വ്യക്തി ഒരു വീട് വെച്ചാൽ 5 6 അല്ലെങ്കിൽ 10 വർഷം അതിന് EMI ഉണ്ടാവും. അപ്പോഴേക്കും അവർക്ക് ബാങ്ക് ബാലൻസ് ആയിട്ട് ഒന്നും ഉണ്ടാവത്തില്ല. ഒരു ലക്ഷറി കാർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇന്ന് നമ്മളുടെ വരുമാനം നമ്മളൊരു EMI എടുത്തുകൊണ്ട് ഒരു കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറേ വർഷം അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടല്ലേ? ഒരു വേൾഡ് ടൂറൊക്കെ ഇൻ്റർനാഷണൽ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കണം, ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഇന്നത്തെ വരുമാനം നമുക്ക് സാധിക്കും തോന്നുന്നുണ്ടോ? ഈ ഒരു CEOയിലൂടെ നമുക്കതും സാധിക്കുന്നുണ്ടാവും. ഫാമിലിയോട് കൂടെ സന്തോഷകരമായ ആരോഗ്യപരമായ ലൈഫ് എൻജോയ് ചെയ്യാൻ നമുക്ക് ക്വാളിറ്റി ടൈം കിട്ടുന്നുണ്ടാവും. റെക്കഗ്നേഷൻ ലഭിക്കും. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ ചാരിറ്റി ചെയ്യാൻ സാധിക്കുന്നു. ലിവ് എ ലെഗസി, ലെജൻഡ്, അറിയപ്പെടുന്ന വ്യക്തികളായി മാറാൻ സാധിക്കും. നമ്മുടെ മക്കളും മക്കളുടെ മക്കളൊക്കെ നമ്മളെ ഓർക്കപ്പെടുന്ന ലെവലിലേക്ക് ഈ ഒരു CEOയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നു. റോബർട്ട് T. കിയോസാക്കി എന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ കാസ്റ്റിൽ ഓഫ് കോൾഡ്രൻ എന്നൊരു ബുക്കിൽ നമുക്കറിയാം ഇന്ന് ലോകത്ത് 2 ടൈപ്പ് ഇൻകമാണ്, ആക്റ്റീവ് ഇൻകവും പാസീവ് ഇൻകവും വാങ്ങിക്കുന്ന ആൾക്കാരാണ് ഉള്ളത്. 95% പോപ്പുലേഷനും ആക്റ്റീവ് ഇൻകക്കാരാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്ത് ഒരു എംപ്ലോയ്മെൻ്റ് ആയ ഒരു വ്യക്തി അവർക്ക് മാസാവസാനം ശമ്പളം വാങ്ങിക്കുന്നുണ്ടാവും. പിന്നെ സെൽഫ് എംപ്ലോയ്മെൻറ്റ്, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, ചെറിയ ഷോപ്പൊക്കെ ഏൺ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ, എഞ്ചിനീയറും ഡോക്ടർമാരൊക്കെ. അവർ വർക്ക് ചെയ്താൽ അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. അവർക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അവിടെ വരുമാനം സ്റ്റോപ്പാണ്. അതാണ് എംപ്ലോയ്മെൻറ്റും സെൽഫ് എംപ്ലോയ്മെൻറ്റ് കാറ്റഗറി വരുന്നത്. 95% ആൾക്കാർ എനിക്ക് തോന്നുന്നു ഈ കാറ്റഗറി തന്നെ ഉണ്ടാവുക. വലതുവശത്ത് നോക്കുകയാണെങ്കിൽ ബിസിനസ് ഓണേഴ്സും അതുപോലെ ഇൻവെസ്റ്റേഴ്സുമായി. ഇവർ പൈസ ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് ബിസിനസ് സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ലുലു, യൂസഫ് അലി സാറ്, അതുപോലെ കല്യാൺ സിൽക്കിൻ്റെ കല്യാണരാമനെ പോലത്തെ ആൾക്കാരൊക്കെ, അവരൊക്കെ ആദ്യം ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഒരു ബിസിനസ് സംരംഭം സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്തൊക്കെ സ്റ്റാർട്ടിങ്ങിലൊക്കെ അവരവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് 200 300 ഔട്ട്ലെറ്റുകൾ അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പക്ഷേ അവരവിടെ വർക്ക് ചെയ്യുന്നില്ല. സിസ്റ്റമാണ് അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാസീവ് ഇൻകം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 5% ആൾക്കാർ മാത്രമേ ഈ കാറ്റഗറിയിൽ ഉണ്ടാവത്തുള്ളൂ. സമ്പത്തിൻ്റെ 90% ഇങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിലാണുണ്ടാവുക. അപ്പോൾ നമുക്കിവിടെ ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ ഇവരൊക്കെ പൈസ ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് പാസീവ് ഇൻകത്തിലേക്ക് പോയതെങ്കിൽ നിങ്ങൾക്കൊരു പൈസ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ പാസീവ് ഇൻകത്തിലേക്ക് പോകാൻ സാധിക്കുന്നു ഈ CEOയിലൂടെ. CEO കണക്റ്റഡായി നിൽക്കുന്നത് ഇന്ന് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഇൻഡസ്ട്രികൾ വെൽനസ് ഇൻഡസ്ട്രികളാണ്. ലോകം കീഴടക്കാൻ പോകുന്ന ഇൻഡസ്ട്രികളാണ് വെൽനസ് ഇൻഡസ്ട്രി. കാരണം ഇന്ന് അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഹോസ്പിറ്റലിൽ പോകുന്നു, മരുന്നുകൾ കഴിക്കുന്നു, ഹോസ്പിറ്റലിൻ്റെ വലുപ്പം കൂടിക്കൊണ്ടിരിക്കുന്നു, ഉയരങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു, ടെക്നോളജി വർദ്ധിച്ചു, രോഗികളുടെ എണ്ണം അതിലുപരി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് ആവശ്യം വെൽനസ് ഇൻഡസ്ട്രികളാണ്, അസുഖമില്ലാത്തൊരവസ്ഥ. അടുത്തത് E-commerce, ആമസോണിലൂടെയും മീഷോയിലൂടെയൊക്കെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ നമ്മളെല്ലാം. പണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലേ. പണ്ട് നമ്മുടെ വീട്ടിനടുത്തുള്ള ഷോപ്പിൽ പോയി സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് E-commerce വഴി നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് നമുക്ക് പ്രയോജനമൊന്നും ഇല്ല അല്ലേ. അതോടെ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് കമ്പനിയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും. എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ? അത് മുന്നേ ട്രഡീഷണൽ മാർക്കറ്റിംഗ് പറയാം. നമ്മൾ ഇന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന രീതി, ഒരു കമ്പനി മാനുഫാക്ചർ ചെയ്ത ഉൽപ്പന്നങ്ങൾ പല ഇടനിലക്കാർ വഴിയാണ് നമ്മുടെ വീട്ടിനടുത്തുള്ള ഷോപ്പിലേക്ക് എത്തുന്നത്. ഇവർക്ക് എല്ലാവർക്കും അതിൻ്റെ പ്രോഫിറ്റ് ഉണ്ട്. കമ്പനി 40% പ്രോഫിറ്റ് എടുത്ത് CNF ഏജൻറ്റ് വഴി നാഷണൽ ഡിസ്ട്രിബ്യൂട്ടറും റീജിയണൽ ഡിസ്ട്രിബ്യൂട്ടറും ലോക്കൽ ഡിസ്ട്രിബ്യൂട്ടറും ഹോൾസെയിലർമാർ വഴിയാണ് നമ്മുടെ വീട്ടിനടുത്തുള്ള കടകളിൽ സാധനം എത്തുന്നത്. അത് TV ചാനലിലൂടെ സിനിമാ താരങ്ങളും ക്രിക്കറ്റ് കളിക്കാരും മാറി മാറി പരസ്യങ്ങൾ പറഞ്ഞ് TV ചാനലുകൾ കോടികൾ വാങ്ങിച്ചുകൊണ്ട് പരസ്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 രൂപയുടെ ബെനിഫിറ്റ് നമുക്കവിടെ ലഭിക്കത്തില്ല. 1 രൂപയുടെ വരുമാന മാർഗം നമുക്കവിടെ ലഭിക്കത്തില്ല. ഇവിടെ ഈ ഒരു ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ നമുക്ക് നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാനും മൗത്ത് ടു പബ്ലിസിറ്റിയിലൂടെ നമുക്കൊരു ബിസിനസ്സായി കൊണ്ടുപോകാൻ സാധിക്കുകയാണ്. 40% കമ്പനിക്കും ബാക്കി വരുന്ന 60% ഈ ഒരു ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ നമുക്ക് നേടിയെടുക്കാൻ ഒരു അവസരം ലഭിക്കുകയാണ്.
അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കമ്പനിയാണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. 2004 ഓപ്പണായ കമ്പനിയാണ്. ഈ 3 വ്യക്തികളാണ് ഇതിന്റെ ഫൗണ്ടർമാർ. ഗൗതം ബാലി സാർ, കൺവെയർ സിംഗ് ആൻഡ് ദീപക് സാർ. ഹൈ വിഷനറി എക്സ്പീരിയൻസ് ആയിട്ടുള്ള 40 വർഷത്തെ എക്സ്പീരിയൻസ് ഈ മേഖലയിൽ തന്നെ ഇവർക്കുണ്ട്. ഇവരുടെ വിഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള സാധാരണ ജനങ്ങൾക്ക് പോലും ലക്ഷറി ലൈഫിൽ എത്തിക്കുക, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. മിഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലോബലി ഡയറക്ട് സെല്ലിംഗിൽ ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കുക. 8ഓളം രാജ്യങ്ങൾ എത്തിക്കഴിഞ്ഞിരുന്ന ഒരു കമ്പനി, 5000-നടുത്ത് കോടി ടേൺ ഓവർ ഒരു കമ്പനിയോടൊപ്പം നമുക്ക് ഫ്രീ ആയിട്ട് അസോസിയേഷൻ ചെയ്യാൻ സാധിക്കുന്നു. വെസ്റ്റീജ് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് 2004-ലാണ്. 22 വർഷം ഈ ജൂൺ മാസം 2-ാം തീയതി ആകുമ്പോൾ കംപ്ലീറ്റ് ആയി. ഇന്ത്യൻ കമ്പനി, ഏകദേശം 400-450 പ്രൊഡക്റ്റ് ഈ കമ്പനിയിലുണ്ട്. 4000-ലധികം ഡിസ്ട്രിബ്യൂട്ടർ സെന്റർ ഉണ്ട്. 4 കോടിയിലധികം ആൾക്കാർ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 12,000 കാർ അച്ചീവേഴ്സ് ഉണ്ട്. ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി. ലോകത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനി എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരേ ഒരു ഇന്ത്യൻ കമ്പനി മാത്രമേ ഉള്ളൂ ആദ്യത്തെ 100 പ്ലേസിൽ വരുന്ന 30ാമത്തെ സ്ഥാനത്ത് എത്താൻ സാധിച്ച ഒരു വണ്ടർഫുൾ കമ്പനിയാണ് വെസ്റ്റീജ്. നിരവധി അവാർഡ്സും റെക്കഗ്നേഷൻ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യ ബെസ്റ്റ് കമ്പനി ഓഫ് ദ അവാർഡ് 2017, ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി, അതുപോലെ ഗ്രേറ്റ് പ്ലേസ് ടു വർക്കിൽ അവാർഡ്, മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ്, ഇന്ത്യയിൽ വിശ്വസിച്ച് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ബ്രാൻഡ്, തുടർച്ചയായി അവാർഡ് വാങ്ങിക്കുന്ന ഒരു കമ്പനിയാണ്. അവരുടെ പ്രൊഡക്റ്റ് കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഏകദേശം 450-നടുത്ത് പ്രൊഡക്റ്റ് ഈ കമ്പനിയിലുണ്ട്. അപ്പോൾ കുറച്ച് പ്രൊഡക്റ്റിന് പേര് മാത്രം ഒന്ന് പറഞ്ഞു പോകാം, കാരണം എല്ലാം പറഞ്ഞു തീർക്കാൻ സമയമില്ല. എങ്കിലും വെസ്റ്റീജ് പ്രൈമിൽ നിരവധി പ്രൊഡക്റ്റുകളാണ്. പ്രൈം എന്ന് പറയുമ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. നമുക്കറിയാം ഇന്ന് പല ആൾക്കാർക്കും omega-3 ഹാർട്ടിനൊക്കെ പ്രോബ്ലം വരുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ദഹനം കറക്റ്റ് ആവാത്ത ആൾക്കാരുണ്ട്. വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി, വൈറ്റമിൻ B12 പ്രോബ്ലം ഉണ്ട്. എനർജി ബൂസ്റ്റർ, CMD, മിനറൽസിന്റെ പ്രോബ്ലംസ് വരുന്ന ആൾക്കാരുണ്ട്. ഇവിടെ വെസ്റ്റീജിന്റെ നിരവധി പ്രൊഡക്റ്റുകൾ, കോംബയോട്ടിക്സ്, ദഹന പ്രക്രിയ കറക്റ്റ് ആക്കാൻ, വൈറ്റമിൻ സിയുടെ സബ്ലിംഗൽ സ്പ്രേ, വൈറ്റമിൻ B12 സബ്ലിംഗൽ സ്പ്രേ ഉണ്ട്. ക്രിൽ ഓയിൽ, ക്രിൽ ഫിഷിൽ നിന്ന് എടുത്തിരിക്കുന്ന ക്രിൽ ഓയിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ മൾട്ടി വിറ്റാമിൻ ഗമ്മീസ്, കുട്ടികൾക്കൊക്കെ വിശപ്പില്ലായ്മയും ഒരുപാട് ബുദ്ധിമുട്ടാണ്, വിറ്റമിൻസിന്റെ കുറവ് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട്. അവർക്ക് വൈറ്റമിൻസ് ഗമ്മീസ് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ. കുടിക്കുന്ന വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നുണ്ട്, മിനറൽസ് നഷ്ടപ്പെടാം. അതിന് CMD കോൺസെൻട്രേറ്റ് മിനറൽ ഡ്രോപ്സ് കൊടുക്കാം. പ്രതിരോധ ശേഷി നമുക്കറിയാം, ഇപ്പൊ നിപ്പ വന്നിരിക്കുക നമ്മുടെ നാട്ടിലല്ല. നിപ്പ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പേടി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെസ്റ്റീജ് കമ്പനിയിൽ 5ഓളം ഇമ്മ്യൂണിറ്റി പ്രൊഡക്റ്റ് ഉണ്ട്. സ്പിരുലിന, നോനി, കൊളസ്ട്രം, അലോവേര, അതുപോലെ ആംല. ഈ പ്രൊഡക്റ്റുകൾ നമ്മളിപ്പോൾ ഈ സമയത്തൊക്കെ ഉപയോഗിക്കേണ്ട ആവശ്യകതയാണ്. കാരണം ഈ പ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കും നമുക്ക് ഈ ഒരു സമയത്തൊക്കെ. അപ്പോൾ എല്ലാവരും ഈ ഇമ്മ്യൂണിറ്റി പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. അതുപോലെ ഹാർട്ടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിരവധി പ്രൊഡക്റ്റുകളുണ്ട്. പ്രോ ഹാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഫ്ലാക്സ് ഓയിൽ, രക്തധമനികൾക്ക് ബ്ലോക്കിന് അലിയിച്ച് കളയാൻ സാധിക്കുന്ന ഫ്ലാക്സ് ഓയിലിനെ കൊണ്ട്. അതുപോലെ സർജറിക്ക് കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എലാർജിനും ക്യൂട്ടനും കൊടുക്കാൻ സാധിക്കും, ഹൃദയത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് ജോയിന്റ് പ്രോബ്ലം അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു 35-40 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള പ്രായമായ അച്ഛനമ്മമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും മുട്ടുവേദന ഉണ്ടാവാറുണ്ട്. അതിന് നമ്മൾ സർജറി ആയിരിക്കും ചെയ്യുന്നുണ്ടാവും അല്ലേ. ജോയിനിടയിലുള്ള സൈനോവിൽ ഡ്രൈ ആകുമ്പോഴാണ് നമുക്ക് മുട്ടുവേദന വരുന്നത്. അവിടെ ഗ്ലൂക്കോസമിനും കാൽസ്യവും കൊളാജനും ഉപയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ജോയിന്റ് പ്രോബ്ലം നമുക്ക് ഈസിയായി മാറ്റാൻ സാധിക്കും. പ്രായമാവുമ്പോൾ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വരാറുണ്ട്. ഒന്ന് വീണ് കഴിഞ്ഞാൽ എല്ല് പൊട്ടുന്ന അവസ്ഥയാണ് വരുന്നത് അല്ലേ. അത് ശക്തി കുറവ് വരുന്ന സമയത്ത് നമുക്ക് ഈ കാൽസ്യം ഉപയോഗിച്ച്, മഗ്നീഷ്യം അടങ്ങിയ കാൽസ്യമാണ് കുറച്ച് പ്രായമാകുന്ന എല്ലാ ആൾക്കാരും നിർബന്ധമായിട്ടും ഉപയോഗിക്കണം. അതുപോലെ ഫിറ്റ്നസ് ആൻഡ് ഡയറ്റിൽ പോവുകയാണെങ്കിൽ അമിതവണ്ണം ഉള്ള ആൾക്കാർ എന്താ ചെയ്യുക? ഭക്ഷണം കഴിക്കത്തില്ല. കാരണം വെയിറ്റ് കൂടും എന്ന് പേടിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കത്തില്ല. ഇവിടെ വെയിറ്റ് മാനേജ്മെന്റ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള വീസിലും ഷെയ്ക്കും പല ഫ്ലേവറുകളായിട്ടുണ്ട്. വീസിലും ടീ ഉണ്ട്, വീസിലും ക്യാപ്സൂളുണ്ട്. നമുക്ക് ന്യൂട്രീഷൻസിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് വെയിറ്റ് മാനേജ്മെന്റ് ചെയ്യാൻ സാധിക്കും. ഈ ഷെയ്ക്ക് നമ്മൾ രാത്രിയത്തെ ഡിന്നറിന് പകരം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായ എല്ലാ പ്രോട്ടീൻസും അവിടെ കിട്ടിയിട്ടുണ്ടാവും. ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ ചായ കുടിക്കുന്നതിന് പകരം വീസിലും ടീ ഉപയോഗിക്കുക. 3 നേരം ടീ ഉപയോഗിച്ച് വീസിലും ക്യാപ്സ്യൂളും ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് 7 കിലോ ഒരു മാസം കൊണ്ട് തന്നെ കുറക്കാൻ സാധിക്കും. ഐസൊലേറ്റ് സോയ പ്രോട്ടീൻ ഉണ്ട്. അതുപോലെ ഗ്ലിസമിക് ഹെൽത്ത്, ഷുഗറിന് മെഡിസിൻ കഴിക്കുന്ന ഒരു വർഷങ്ങളോളം മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഷുഗറിന് നമുക്ക് നാച്ചുറലായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നീമും അതുപോലെ ഗ്ലൂക്കോ ഹെൽത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതുപോലെ പഞ്ചസാരക്ക് റീപ്ലേസ് ചെയ്യാൻ സ്റ്റീവിയ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് ഉണ്ട്. പഞ്ചസാര ഒഴിവാക്കിയാൽ അത്രയ്ക്കും ബെറ്ററാണ്. സ്റ്റീവിയ നമുക്ക് ചായയുടെ കൂടെ, പാലിൻ്റെ കൂടെ, അല്ലെങ്കിൽ കോഫിയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഡീറ്റോക്സിൻ റിജുമിനേഷനിൽ നിരവധി പ്രൊഡക്റ്റുകൾ, എല്ലാം പറയാൻ സാധിക്കത്തില്ല. ഫൈബറും അതുപോലെ കുർക്കുമിൻ, ഐ സപ്പോർട്ട്, ഗ്യാനോഡോർമ, അങ്ങനെ നിരവധി പ്രൊഡക്റ്റുകളുണ്ട്. ഈ വെരിക്കോസിൽ നിന്ന്, മൈഗ്രീൻ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ സാധിക്കുന്ന പ്രൊഡക്റ്റുകളാണ്. വിമൺ ഹൈജീനിലേക്ക് പോകുകയാണെങ്കിൽ നിരവധി പ്രൊഡക്റ്റുകൾ. അയൺ ഫോളിക്, അനീമിക് ആയിട്ടുള്ള വിളർച്ചയുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്, രക്തക്കുറവുള്ള ആൾക്കാർക്ക് ഈ അയൺ ഫോളിക് ഉപയോഗിച്ചാൽ മതി. അതുപോലെ ഹോർമോൺ പ്രോബ്ലം, പീരീഡ്സ് ഒക്കെ കറക്റ്റ് ആവാതെ സ്ത്രീകൾ ഒരുപാടുണ്ട്. നമുക്ക് അവർക്ക് ശതാവരി മാക്സ്
പറയാൻ സാധിക്കുന്നുണ്ടാവും. ക്രാൻബെറി UTI പ്രോബ്ലം, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാർക്ക് ക്രാൻബെറി കൊടുക്കാം. ഹെയർ, സ്കിൻ ആൻഡ് നെയിൽ, മുടിയെ സംരക്ഷിക്കാനും സ്കിന്നിനെയും നഖത്തിനെയും സംരക്ഷിക്കാൻ ഈ ഒരു സപ്ലിമെന്റ്സ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഹെൽത്ത് ഫുഡിലേക്ക് പോകാം. കുക്കിംഗ് ഓയിൽ, തവിടെണ്ണ. തവിടെണ്ണ എന്ന് പറയുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ആ തവിടെണ്ണ കേട്ടോ, ഒറിജിനൽ ആയിട്ടുള്ള ഫിസിക്കലായിട്ട് റിഫൈൻ ചെയ്തെടുത്ത് omega-3 അടങ്ങിയിരിക്കുന്ന തവിടെണ്ണ. നല്ല ടേസ്റ്റുള്ള കുക്കിംഗ് ഓയിൽ, വെളിച്ചെണ്ണയെക്കാളും നമുക്ക് ടേസ്റ്റും വെളിച്ചെണ്ണയെക്കാളും ഗുണവും ലാഭവും തരുന്ന omega-3 അടങ്ങുന്ന കൊളസ്ട്രോളിനെ ഒരൊറ്റ മാസം കൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന തവിടെണ്ണ. അതോടൊപ്പം തന്നെ ചായപ്പൊടി ഉണ്ട്, മസാല ചായ ഉണ്ട്, കോഫി പൊടി ഉണ്ട്, കുട്ടികൾക്കുള്ള ചോക്ലേറ്റ് ബാറുകളുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് സിറിയലുണ്ട്, പഞ്ചതുളസി എന്ന് പറഞ്ഞാൽ തുളസി ഡ്രോപ്സ് ഉണ്ട്. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്ത്രീകൾക്ക് പീരീഡ്സ് സമയത്ത് വയറുവേദന വരാറുണ്ട്. അവിടെ നമുക്ക് ഇളം ചൂട് വെള്ളത്തിൽ ഈ തുളസി ഡ്രോപ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ടാണ്. അതുപോലെ ചുമ, കഫക്കെട്ട്, ഗ്യാസ് പ്രോബ്ലം, തലവേദന, പല്ലുവേദന, ഇതിനൊക്കെ ഈ തുളസി ഡ്രോപ്സ് ഉപയോഗമായി. വളരെ 171 rupees മാത്രമേ ഉള്ളതിനുള്ളൂ. വണ്ടർഫുള്ളായിട്ട് നമുക്ക് ആരോഗ്യം മെച്ചപ്പെടുത്താനും ഒരു ബിസിനസ് തുടങ്ങാനും സാധിക്കും. ആയുർവേദിക്കിൽ നോക്കുകയാണെങ്കിൽ നിരവധി പ്രൊഡക്റ്റുകൾ കിഡ്നിയെ സപ്പോർട്ട് ചെയ്യാനും കിഡ്നി ഹെൽത്തും ലിവർ ഹെൽത്തും, അതുപോലെ റെസ്പോക്കെയർ, കഫക്കെട്ടൊക്കെയുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന റെസ്പോക്കെയർ ഉണ്ട്, വൈറ്റൽ കോംപ്രസ് കണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള, ഇങ്ങനെ നിരവധി ആയുർവേദിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇതിനകത്ത് അവൈലബിൾ ആണ്. സ്കിൻ കെയറിലേക്കും നിരവധി പ്രൊഡക്റ്റുകൾ, ഫെയർനെസ് ക്രീം, BB ക്രീം, ഫേസ് വാഷ്, ഫേസ് സ്ക്രബ്, ആൻറ്റി ഏജിങ് നൈറ്റ് ക്രീം, ബോഡി ലോഷൻ, മോയ്സ്ചറൈസ് ക്രീം, ഇങ്ങനെ നിരവധി പ്രൊഡക്റ്റുകൾ സ്കിന്നിനെ സംരക്ഷിക്കാൻ പറ്റും. പേഴ്സണൽ കെയറിൽ പോവുകയാണെങ്കിൽ നമുക്ക് മുടിയെ സംരക്ഷിക്കാൻ ഹെയർ ഓയിൽ, മുടി വളരണം ആഗ്രഹമുള്ള, നീളം മുടി വേണം ആഗ്രഹമുള്ള ഹെർണിക ഫ്ലവറിൻ്റെ ഓയിലുണ്ട്. ഷാമ്പു, ഡാൻഡ്രഫും പെയിനും പോകാൻ സാധിക്കുന്ന ഷാമ്പു അവൈലബിൾ ആണ്. ഹെയർ സ്പാ കണ്ടീഷണർ ഉണ്ട്. അതോടൊപ്പം തന്നെ വെസ്റ്റ് കെയറിൻ്റെ ഒരു പെയിൻ റിലീഫ് ക്രീം ഉണ്ട്, വേദന സംഹാരി. നമുക്ക് മുട്ടുവേദനയും അതുപോലെ പെടലേക്ക് ഒഴുകി കഴിഞ്ഞാൽ ഈ ഒരു വെസ്റ്റ് കെയറിൻ്റെ ക്രീം ഉപയോഗിച്ച് നല്ല രീതിയിൽ റിസൾട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. ഓറൽ കെയറിൽ പല്ല് തേക്കുന്ന പേസ്റ്റ്, ബ്രഷ്, മൗത്ത് വാഷൊക്കെ അവൈലബിൾ ആണ്. പല്ലുവേദന, പല്ല് പുളിപ്പൊക്കെ മാറ്റാൻ പറ്റുന്ന നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള പേസ്റ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 100% നാച്ചുറൽ ആയിട്ടുള്ള പപ്പായ സ്ക്രബ്, ചാർക്കോൾ പീൽ മാസ്ക്, ഹെയർ മാസ്ക് ഒക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. കൃഷിക്കാരനെ ഇപ്പം മഴക്കാലമായി കൃഷിക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന അഗ്രി പ്രൊഡക്റ്റുകൾ നിരവധിയുണ്ട്. വിമൻ ഹൈജീനിലേക്ക് പോകുമ്പോൾ സാനിറ്ററി നാപ്കിൻ, പാൻറ്റി ലൈനേഴ്സ്, ഇൻറ്റിമേറ്റ് വാഷ്, സ്ത്രീകളുടെ പ്രൈവറ്റ് പാർട്ടിന് അവർക്ക് നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് സാനിറ്ററി നാപ്കിൻ അവൈലബിൾ ആണ്. മെൻസ് ഗ്രൂമിലേക്ക് പോകുന്നത് ഫേസ് വാഷും ബാത്തിങ് ബാറൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ ബ്യൂട്ടി പ്രൊഡക്റ്റ് നിരവധിയുണ്ട്. ഹോം കെയറിലേക്ക് പോകുമ്പോൾ പാത്രം കഴുകാൻ, തുണി കഴുകാൻ, ഇങ്ങനെയുള്ള നിരവധി പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അതുപോലെ വാട്ടർ പ്യൂരിഫയർ, ശുദ്ധമായ വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വാട്ടർ പ്യൂരിഫയർ. ഞാനിന്ന് എല്ലാ പ്രൊഡക്റ്റും ജസ്റ്റ് ഒന്ന് ഓടിച്ച് കവർ ചെയ്തതേ ഉള്ളൂ. ഇവിടെ വെസ്റ്റേജിൽ നമുക്ക് അസോസിയേഷൻ ചെയ്യാൻ വേണ്ടി രജിസ്ട്രേഷൻ ഫീസ് ഒന്നും വേണ്ട, പൈസ ഒന്നും കൊടുക്കേണ്ട, ആനുവൽ ഫീ ഒന്നും ഇല്ല. നമുക്കൊരു ജോയിനിങ് ഫോം ഫില്ല് ചെയ്ത് സബ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ID പ്രൂഫ്, വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ് കൊടുത്തു കഴിഞ്ഞാൽ വെസ്റ്റേജിൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് 3 ടൈപ്പിൽ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. കൺസ്യൂമർ ആയിട്ട് MRPയിൽ നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റും, നല്ല പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ സാധിക്കും. ഒരു പ്രൊസ്യൂമറായി മാറാൻ സാധിക്കും. പ്രൊസ്യൂമർ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് മേക്കിംഗ് കൺസ്യൂമർ. അതുപോലെ ഓൺട്രപ്രണർ ലെവലിലേക്കും, ഈ 3 ലെവലിലേക്കാണ് നമുക്കിത് പോകാൻ സാധിക്കുക. ഒരു പ്രൊസ്യൂമർ ആയിട്ടുള്ള ബെനിഫിറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ISO സർട്ടിഫൈഡ് പ്രൊഡക്റ്റ്, 100% മണി ബാക്ക് ഗ്യാരണ്ടി. ഒന്ന് ആലോചിച്ച് നോക്കി, 22 വർഷം ഒരു കമ്പനി പറയാണ് വെസ്റ്റേജിൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് ക്വാളിറ്റി ഇല്ലെങ്കിൽ റീഫണ്ട് ചെയ്യാൻ സാധിക്കുന്നുമില്ല. ഏകദേശം 5 വർഷത്തോളമായി ഞാനും ഇത് പറയാറുണ്ട്. പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഞാനും എല്ലാവരോടും ഇത് തന്നെ പറയാം. പക്ഷേ ഇന്ന് വരെ ഒരാൾ പോലും നമ്മളുടെ പ്രൊഡക്റ്റ് കൊള്ളത്തില്ല പറഞ്ഞ് തിരിച്ചു തന്നിട്ടില്ല. 22 വർഷമായിട്ട് കമ്പനിയോട് ആരും ഇത് പറഞ്ഞിട്ടില്ല. അത്രയ്ക്കും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് വെസ്റ്റേജ് കമ്പനി നമുക്ക് തരുന്നത്. ധൈര്യമായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കാൻ നോക്കാൻ സാധിക്കും. അതുപോലെ 30% ഡിസ്കൗണ്ടിലാണ്. MRPയിൽ നിന്നും 30% ഡിസ്കൗണ്ട് നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കാം. പർച്ചേസിങ്ങിനോടൊപ്പം 10% ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ട്. 5 മുതൽ 16% ക്യാഷ് ബാക്ക് തരുന്നുണ്ട്. 20% റെഗുലർ കസ്റ്റമർ ആണെങ്കിൽ, എല്ലാ മാസവും കണ്ടിന്യൂ പർച്ചേസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ 20% ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ട്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു 6500, എക്സാമ്പിൾ ആണ് കേട്ടോ, ഇത്ര നിർബന്ധമൊന്നുമില്ല. ഒരു 6500 രൂപയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു MRP പർച്ചേസ് ചെയ്യുമ്പം 5000 രൂപ കൊടുത്താൽ മതി. 1500 രൂപ അവിടെ സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ. അതിന് കൂടെ 500 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. ക്യുമുലേറ്റീവ് ക്യാഷ് ബോണസ് ആയിട്ട് 5%കാരനാണെങ്കിൽ ഒരു 100 രൂപയും 16%കാരാണെങ്കിൽ ഒരു 300 രൂപയും ക്യാഷ് ബാക്ക് കിട്ടും എല്ലാ മാസവും 10-ാം തീയതി ആകുമ്പോൾ. കൺസിസ്റ്റൻസി ഓഫറായിട്ട് നമ്മളിപ്പോൾ ഒരു 5000 രൂപ MRPയിൽ പ്രൊഡക്റ്റ് 4100 രൂപ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിലുള്ള പ്രൊഡക്റ്റ് നമുക്കവിടെ ഫ്രീ കിട്ടുന്നുണ്ട്. അത് ഏകദേശം ഒരു കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാൽ ഒരു 3570 രൂപയൊക്കെ ഒരു മാസം നമുക്ക് ഒരു കൺസ്യൂമറായി നിന്നുകൊണ്ട് തന്നെ നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. 55% ഡിസ്കൗണ്ട് അവിടെ വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ, ആരോഗ്യം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു പ്രൊസ്യൂമർ ആയിക്കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഇനിയാണ് ഓൺട്രപ്രണർ ലെവലിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കിതിനെ വലിയൊരു ബിസിനസ് ആക്കി കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ.
ഒരു മൊമെന്റം ബിൽഡറും അതുപോലെ ലെഗസി ബിൽഡറായിട്ട് പോകാൻ സാധിക്കുന്നുണ്ടാവും. നമുക്കൊരു പോയിന്റ് 30-33 സാധനം വാങ്ങിക്കുമ്പോൾ ഒരു പോയിന്റായി മാറുന്നുണ്ടാവും. ഈ ഒരു 300 പോയിന്റിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. ഇപ്പോൾ പുതുതായിട്ട് നമുക്ക് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഒരു മാച്ചിങ് പോയിന്റ്, ഒരു എക്സ്ട്രാ ഇൻകം കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു 300 പോയിന്റ് നമ്മൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നമുക്ക് മാച്ചിങ് പോയിന്റ് ലഭിക്കുന്നുണ്ടാവും. ഈ ഒരു 300 പോയിന്റിൽ എത്തുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ലെഗസി ബിൽഡറായി മാറുകയാണ്. ലെഗസി ബിൽഡറായി മാറുന്ന സമയത്ത് നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള നിലനിന്ന് പോകുന്ന ഒരു ബിസിനസ്സായി മാറും. ലൈഫ് സ്റ്റൈൽ നമുക്ക് റെക്കഗ്നേഷൻ ലഭിക്കുന്നുണ്ടാവും. ജനറേഷൻ പാസ് ചെയ്യാൻ പറ്റുന്ന ഇൻകത്തിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ പെർഫോമൻസ് ബോണസ് 5 മുതൽ 16% വരെ കിട്ടുന്നുണ്ടാവും. ഡയറക്ടർ ബോണസ് 15%ലേക്ക് പോകാൻ സാധിക്കുന്നു. ലീഡർഷിപ്പ് ഓവർറൈഡിംഗ് ബോണസ് 18%. ഇത് വലിയൊരു ഇൻകമാണ് കേട്ടോ. അതോടൊപ്പം ടീം ബിൽഡിംഗ് ബോണസ് 3%, ട്രാവൽ ഫണ്ട് 3%, ഹൗസ് ഫണ്ട് 3%, എലൈറ്റ് ക്ലബ്ബ് ബോണസ് 2%. ഈ എല്ലാ ഇൻകവും നമുക്കൊരു ലെഗസി ബിൽഡറായി മാറുന്ന സമയത്ത് നമുക്ക് നേടാൻ സാധിക്കുന്നുണ്ട്. ഈ മാച്ചിങ് ലെവൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാണ് നമ്മൾ ബിസിനസ് ബിൽഡിംഗ് സ്ട്രക്ചർ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഞാനൊരു എക്സാമ്പിൾ കാണിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മളൊരു തുടക്കക്കാരനാണ്, ഇപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിലൊരു സ്ട്രക്ചർ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മാച്ചിങ് ബോണസിനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമുക്ക് ഒരു 6 ടീമിൽ ആൾക്കാർ ഇതിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിൽ ഏറ്റവും സ്ട്രോങ് ആയി കിടക്കുന്ന ഒരു ടീമാണ് 300 പോയിന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ബാക്കി എല്ലാവരും ചേർന്നിട്ട് ഒരു 500 പോയിന്റ് ആയിട്ടുണ്ട്. ഈ മാച്ചിങ് പോയിന്റ് സ്ട്രക്ചർ ഇങ്ങനെ വരും. അതിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന പോയിന്റിനെ മെയിൻ ഒരു ടീമാക്കി മാറ്റുന്നുണ്ടാവും. ബാക്കി എല്ലാം കൂടെ ചേർന്നിട്ട് രണ്ടാമതൊരു ടീമാക്കി മാറ്റുന്നുണ്ടാവും. എയും ബിയും സി എല്ലാം ചേർന്നിട്ട് ഒരു ടീമായി മാറുന്നുണ്ടാവും. ഇപ്പോൾ ഇവിടെ മെയിൻ ടീമിൽ 300 പോയിന്റാണ് ഉള്ളതെങ്കിൽ ഇതിന് ബാക്കി എല്ലാം കൂടെ ചേർന്നിട്ട് 500 ഉള്ളതെങ്കിൽ നമുക്കതിനെ 300 PV മാച്ചിങ് പോയിന്റായി എടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ ബാലൻസ് വരുന്ന 200 പോയിന്റിനെ അടുത്ത വീക്കിലേക്ക്, നെക്സ്റ്റ് വീക്കിലേക്കുള്ള അതിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് പോകുന്നുണ്ടാവും. ഇവിടെ അതിൽ വരുമാനം വരുന്ന രീതി നോക്കുകയാണെങ്കിൽ ഈ 300 പോയിന്റിന്റെ മാച്ചിങ് പോയിന്റിലേക്ക് പോകുകയാണെങ്കിൽ നമുക്കൊരു 300 പോയിന്റ് ഇൻറ്റു 3 900 മാച്ചിങ് പോയിന്റാണ് നമ്മൾ ലഭിക്കുക. ഒരു മാച്ചിങ് പോയിന്റിന് ₹1, ഏകദേശം ഒരു ₹900 വാങ്ങിക്കാൻ നമുക്കവിടെ സാധിക്കുന്നുണ്ട്. കമ്പനി ഒരു അഡ്വാൻറ്റേജ് തരുന്നത് ടൈം ബൂസ്റ്റർ ഫാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് പോകാൻ ഒരു 600 പോയിന്റ് ആണ് നിങ്ങളുടെ മെയിൻ ടീമിൽ വരുന്നതെങ്കിൽ അതിന് നമുക്ക് 600 പോയിന്റ് മറ്റു അപ്പുറത്തുള്ള 300 ആണെങ്കിൽ പോലും നമുക്കൊരു 1800 മാച്ചിങ് പോയിന്റ് ഒരു വീക്കിലേക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ച 1800 രൂപ നമുക്ക് 10ാം തീയതി അത് വരൂലെങ്കിൽ പോലും ആഴ്ചയിലെ ഇൻകം വരുന്ന സ്ട്രക്ചറിൽ വരുന്നെങ്കിൽ പോലും നമുക്ക് 10ാം തീയതി ആകുമ്പോൾ ഇതെല്ലാം കവർ ചെയ്ത് വാങ്ങിക്കാൻ സാധിക്കും. ഒരു 4 ആഴ്ച കണ്ടിന്യൂ ഇത് ചെയ്യാൻ സാധിക്കുമ്പോൾ നല്ലൊരു ഇൻകത്തിലേക്ക് പോയിക്കൂടെ തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം. ഇത് നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മുടെ ടീമിലുള്ള ആൾക്കാർ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ മാസം തന്നെ വേണമെങ്കിൽ ഫാസ്റ്റായിട്ട് ബോണസ് പോകാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ അതിൽ നമുക്ക് നോക്കും ലെഗസി ബിൽഡറിലേക്ക് നമുക്ക് എങ്ങനെ വരുമാനം വരുന്ന രീതി നോക്കാം. ഒരു സ്റ്റാർട്ടിംഗ് ലെവലിൽ ഒരു 5% എന്ന് പറഞ്ഞാൽ നമ്മളൊരു പോയിന്റിന്റെ സാധനം വാങ്ങിക്കുന്നതിന് 5% സ്റ്റാർട്ടായി. അത് എപ്പോഴാണോ 600 പോയിന്റ് വരെ നമുക്ക് 5% ആണെങ്കിൽ 600 പോയിന്റ് ആയി കഴിഞ്ഞാൽ 8% ബോണസിലേക്ക് പോകാൻ സാധിക്കുന്നു. എപ്പോഴാണോ നമ്മൾ പോയിന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കും 30-33 രൂപ ഏവറേജ് സാധനം വാങ്ങിക്കുമ്പോൾ ഒരു പോയിന്റ് വാല്യൂ ആണ്. 33 രൂപ കൊടുത്തൊരു സാധനം വാങ്ങിക്കുമ്പോൾ ഒരു പോയിന്റ് വാല്യൂ ആയി മാറി അതിന് 20 ബിസിനസ് വോളിയമായിട്ട് കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ട്. എപ്പോഴാണോ നമ്മൾ പോയിന്റ് വാല്യൂ 5500 എത്തുന്നു അവിടെ നമുക്ക് 16% ബോണസ് ലെവലിലേക്ക് പോകാൻ സാധിക്കുന്നു. ഇനി ഫാസ്റ്റായിട്ട് ഇതിലൂടെ പെട്ടെന്ന് ഇന്ന് വന്ന് ജോയിൻ ചെയ്ത വ്യക്തിക്ക് ഫാസ്റ്റായിട്ട് ഒരു വരുമാനം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു സിംഗിൾ മന്തിൽ തന്നെ ഒരു 300 പോയിന്റിന്റെ വർക്ക് ഏകദേശം ഒരു 10,000 രൂപയുടെ ബിസിനസ് ചെയ്യുന്ന വ്യക്തിക്ക് ഫാസ്റ്റ് ട്രാക്ക് 8% ആവാൻ സാധിക്കുന്നുണ്ടോ. ഒരു 750 ഫ്രീ പ്രൊഡക്റ്റൊക്കെ വാങ്ങിക്കാനും ഒരു ക്യാഷ് ബാക്ക് ഒക്കെ നമുക്ക് 10ാം തീയതി വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ടോ. ഇനി അതന്നെ ഒരു ഫാസ്റ്റായിട്ട് നമുക്കൊരു 15,000-20,000 രൂപ വരുമാനം വേണമെന്ന് ആഗ്രഹമുണ്ട്. സിംഗിൾ മന്തിൽ ഒറ്റ മാസം തന്നെ ഒരു 4,500 പോയിന്റിന്റെ വർക്ക് ചെയ്താൽ നമുക്കൊരു ഫാസ്റ്റ് ട്രാക്ക് ബ്രോൺസ് സ്ട്രക്ചറിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു ബ്രോൺസ് സ്ട്രക്ചർ ആവാൻ ഏകദേശം സ്ട്രക്ചർ ഈ ലെവലിലായിരിക്കും വരുന്നുണ്ടാവും. നമുക്കൊരു 5-6 ടീം ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്കൊരു ലൈഫ് ലോങ് ഒരു സസ്റ്റൈനബിളായിട്ട് വരുമാനം ആവശ്യമുണ്ടെങ്കിൽ എല്ലാ ഇൻകം നമുക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു 6 ടീമിനെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുക. അപ്പോൾ ഒരു 5,500 പോയിന്റ് ഇങ്ങനെ ഒരു ലെവലിൽ ഒരു ടീം എ നിന്ന് ഒരു 200 പോയിന്റും ടീം ബിയിൽ നിന്ന് 600 പോയിന്റും അത് മൂന്നാമത്തെ ടീമിൽ നിന്ന് 700 പോയിന്റും നാലാമത്തെ ടീം 600 പോയിന്റും ഒരു ടീമിൽ നിന്ന് 1000 മറ്റേ ഒരു ടീമിൽ നിന്ന് 2,400 പോയിന്റ് ഒരു 5,500 പോയിന്റ് എത്തുന്ന സമയത്ത് നമുക്ക് ബ്രോൺസ് സ്ട്രക്ചറിലേക്ക് പോകാനും പെർഫോമൻസ് ബോണസും ഒരു ഡയറക്ടർ ബോണസും ഒരു ടീം ബിൽഡിംഗ് ബോണസ് അടക്കം നമുക്കൊരു ടീം ബിൽഡിംഗ് ബോണസ് അടക്കം ഒരു എക്സ്ട്രാ ഇൻകം അവിടെ വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു ഇൻകത്തിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മളൊരു ബ്രോൺസ് ഡയറക്ടർ ആയതിനു ശേഷം നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ നമ്മുടെ കൂടെ വന്നിരിക്കുന്ന 6 വ്യക്തികളിൽ നിന്നും ഒരാളെങ്കിലും നമുക്ക് കിട്ടിയ വരുമാനം വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് സിൽവർ ഡയറക്ടറായി മാറാൻ സാധിക്കുന്നുണ്ട്. ആ വ്യക്തിയെ ക്വാളിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ മറ്റുള്ള ലെവൽ എല്ലാ ടീമും ചേർന്നിട്ട് ഒരു മിനിമം 1,800 പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് സിൽവർ ഡയറക്ടർ ക്വാളിഫൈ ചെയ്യാൻ പറ്റും.
ഇനി അതിലൊരു 600 പോയിന്റ് കൂടെ എക്സ്ട്രാ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 2400 പോയിന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ടീം ബിൽഡിംഗ് ബോണസ് സിൽവർ ഡയറക്ടർ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ടീം ബിൽഡിംഗ് ബോണസ്, ഡയറക്ടർ ബോണസിന് ഏകദേശം ആനുപാതികമായിട്ടുള്ളൊരു വരുമാനം നമുക്ക് ടീം ബിൽഡിംഗ് ബോണസോടെ വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മളുടെ ക്വാളിഫൈ ചെയ്ത ലെഗിലുള്ള വ്യക്തിയിൽ നിന്നും ഒരു 5625 പോയിന്റ് കൊണ്ടുവരണമെങ്കിൽ 18% വീണ്ടും എക്സ്ട്രാ ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ് വാങ്ങിക്കാൻ സാധിക്കണം. ഇങ്ങനെ ഏകദേശം 6 ടൈപ്പ് ഇൻകം ഇവിടെ തന്നെ സിൽവർ ഡയറക്ടർ തന്നെ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. 18% ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ് എന്ന് പറഞ്ഞാൽ വലിയ ഇൻകമാണ്. നമുക്കൊരു 25,000 മുതൽ ഏകദേശം 80,000, 1 ലക്ഷം രൂപ അടുത്തൊക്കെ പോകാൻ സാധിക്കും ഈ പൊസിഷൻ നിന്നുകൊണ്ട്. ഈ ട്രാവൽ ഫണ്ട്, നമുക്ക് അവിടെ എക്സ്ട്രാ ഇൻകമാണ് ട്രാവൽ ഫണ്ട്. വിദേശ രാജ്യങ്ങൾ ഫ്രീ ആയിട്ട് പോകാൻ സാധിക്കും. നമ്മളെ കമ്പനി കഴിഞ്ഞ മാസം തായ്ലൻഡ് ട്രിപ്പിലൊക്കെ പോയി വന്നിട്ട്, ശ്രീലങ്കയിലൊക്കെ പോയി വന്നിട്ട്, അടുത്ത ജപ്പാൻ ട്രിപ്പ് അനൗൺസ് ചെയ്തു. അടുത്ത മാസം ജപ്പാനിലേക്ക് ഫ്രീ ആയിട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നില്ലേ വിദേശ രാജ്യങ്ങളൊക്കെ പോകണം. കേരളത്തിലൊക്കെ 12 രാജ്യങ്ങളും 13 രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ച ആൾക്കാരൊക്കെ നമ്മുടെ ഇതിലുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളും സഞ്ചരിക്കാൻ ഫ്രീ ആയിട്ട് ഫാമിലിയോടൊപ്പം പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അടുത്തത് ഗോൾഡ് ഡയറക്ടർ. 2 ഓർഗനൈസേഷനെ ക്വാളിഫൈ ചെയ്യിപ്പിച്ചുകൊണ്ട് ഗോൾഡ് ഡയറക്ടറിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ഗോൾഡ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ 2 ഫാമിലിയെ ബ്രോൺസ് ഡയറക്ടറാക്കി മാറ്റിക്കൊണ്ട് ബാക്കിയുള്ള എല്ലാ ടീമിൽ നിന്നും ഏകദേശം ഒരു 1500 പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഗോൾഡ് ഡയറക്ടറായി മാറാൻ സാധിക്കും. ഒരു 500 പോയിന്റ് കൂടി എക്സ്ട്രാ കൊണ്ട് 2000 പോയിന്റ് സൈഡിൽ ടീം ഉണ്ടെങ്കിൽ നമുക്ക് ടീം ബിൽഡിംഗ് ബോണസ് കൂടി ഗോൾഡ് ഡയറക്ടറായി മാറണം. അതിന് ചിലപ്പോൾ ഈ മെയിൻ 2 ടീമിലും 5625 PB ഉണ്ടെങ്കിൽ 2 ടീമിൽ നിന്ന് നമുക്ക് LOB വാങ്ങിച്ചുകൊണ്ട് ഒരു 50,000 മുതൽ 1 ലക്ഷം രൂപ അടുത്തുള്ള വരുമാനം വാങ്ങിക്കാൻ നമുക്ക് സാധിക്കും. ഈ ഗോൾഡ് ഡയറക്ടറായി നിന്നുകൊണ്ട് തന്നെ വരുമാനം, ഈ ഇത്രയും ടൈപ്പ് ഇൻകം ഉണ്ടാവും, പക്ഷെ നല്ല സ്ട്രക്ചറുള്ള നല്ലൊരു വരുമാനത്തിലേക്ക് നമുക്ക് അവിടെ പോകാൻ സാധിക്കും. സ്റ്റാർ ഡയറക്ടർ ആവുന്ന സമയത്ത് നമുക്ക് കാർ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 3 ഫാമിലി നമ്മളെ വിശ്വസിച്ച് നമ്മളോടൊപ്പം വരുന്ന ഏകദേശം ഒരു 6 ടീമിലായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നെങ്കിൽ അതിൽ ആദ്യത്തെ സ്ട്രോങ് ആയി സീരിയസ് ആയി വർക്ക് ചെയ്യുന്ന ഒരു 3 ടീമിലേക്ക് നമുക്കൊരു വരുമാനം എത്തിച്ചു കൊടുത്താൽ ബ്രോൺസ് ഡയറക്ടറാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർ ഡയറക്ടർ ആവാനും ഒരു അഡീഷണൽ ഇൻകം കൂടെ കാറിൻ്റെ EMI സ്റ്റാർട്ട് ചെയ്യാം. അത് ലൈഫ് ലോങ് ആണ്. കാറിൻ്റെ EMI നമുക്ക് ലൈഫ് ലോങ് കിട്ടും. നമുക്ക് എത്ര കാർ വേണമെങ്കിലും വാങ്ങിക്കാൻ സാധിക്കും. ഞാൻ 5 വർഷമായി ദുബായിൽ ജോലി ചെയ്തു, ഈ വെസ്റ്റീജ് ചെയ്തു. ഇപ്പം നാട്ടിലേക്ക് വന്നൊരു കാർ ബുക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് വെസ്റ്റീജിൻ്റെ കാർ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എത്ര കാർ വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. 5% നമ്മുടെ ബിസിനസ് വോളിയത്തിൻ്റെ 5% കാർ ഫണ്ടും അതുപോലെ 3% ട്രാവൽ ഫണ്ടും അവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള കാർ, മെർസിഡീസ് ബെൻസൊക്കെ വാങ്ങിച്ച ആൾക്കാരൊക്കെ ഉണ്ട്, BMW, പോർഷയൊക്കെ വാങ്ങിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്കതുപോലെ 4 ഫാമിലിയെ സക്സസ്സിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഡയമണ്ട് ഡയറക്ടറായി മാറാൻ സാധിക്കും. നമുക്ക് യൂറോപ്യൻ രാജ്യത്ത് ഇപ്പം പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ഡയമണ്ട് ഡയറക്ടർ പൊസിഷൻ എത്തിക്കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. 4 ഫാമിലിയെ ഒരു ബ്രോൺസ് ഡയറക്ടർ എത്തിച്ച് അവർക്ക് വരുമാനം എത്തിച്ച് സഹായിച്ചാൽ മാത്രം മതി. അടുത്തത് 6 ഫാമിലി, ഇപ്പം ഞാൻ എത്തിയിരിക്കുന്ന പൊസിഷനാണിത്. ഒരു 6 ഓർഗനൈസേഷനെ നേരിട്ട് വിജയിപ്പിച്ചുകൊണ്ട് ആ 6 ഓർഗനൈസേഷൻ നേരിട്ട് വരുമാനം വാങ്ങിച്ചുകൊണ്ട് ക്രൗൺ ഡയറക്ടറായി വീടിൻ്റെ EMI വാങ്ങിക്കുന്ന ഒരാളാണ് ഞാൻ. വീടിൻ്റെ EMI നമുക്ക് എല്ലാ മാസവും നമ്മുടെ ബോണസിനോടൊപ്പം തന്നെ കമ്പനി ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും നമുക്കിത് വാങ്ങിക്കാൻ സാധിക്കും. വീടിൻ്റെ മെയിൻ്റനൻസിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് സേവ് ചെയ്തിട്ട് നമുക്ക് വീട് വെക്കാൻ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു 3% ഹൗസ് ഫണ്ടാണ് നമുക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 ലക്ഷം രൂപ വരെ നമുക്ക് മാക്സിമം വീടിൻ്റെ EMI വാങ്ങിക്കാൻ സാധിക്കും. നമ്മൾ മലപ്പുറത്തുള്ള ആയിഷ മാഡം, 6ാം ക്ലാസ്സുകാരിയായിട്ടുള്ള ആയിഷ താത്ത 1 കോടി രൂപയുടെ 2 വീട് വെച്ചിട്ടാണ് നമ്മളെ അവരുടെ മക്കൾക്ക് വെച്ചു കൊടുത്തിരുന്നത്. 1 കോടി രൂപയുടെ 2 വീട് വെക്കാൻ ഒരു 6ാം ക്ലാസ്സുകാരിക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് സാധിച്ചൂടെ? ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നമുക്ക് ഇഷ്ടമുള്ള ഭവനം നമുക്ക് എങ്ങനെ വേണമെങ്കിലും 1 2 വേണമെങ്കിലും വെക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? ഈ ബിസിനസ് തുടങ്ങാൻ ഇവിടെ 1 രൂപ പോലും നമ്മൾ ആർക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആർക്കും പൈസ കൊടുക്കേണ്ടതില്ല, അതുകൊണ്ട് യാതൊരുവിധ ടെൻഷനും ഇല്ല, ഒരു റിസ്ക്കും വരുന്നില്ല. അൺലിമിറ്റഡ് ഇൻകമാണ്, എത്ര വേണമെങ്കിലും നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഒരു സാധാരണ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരു 20,000 30,000 ശമ്പളം കിട്ടുന്ന വ്യക്തിക്ക് ഒരു 2,000 രൂപ കൂടുതൽ കിട്ടണമെങ്കിൽ എത്ര കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, എത്ര ആൾക്കാരുടെ കാല് പിടിക്കുന്ന ആലോചിക്കുക. ഇവിടെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആണ്, എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾ റെഡി ആണെങ്കിൽ, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, സ്മാർട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ. ഒരു ഫാമിലി ഓറിയൻറ്റഡ് ബിസിനസ്സാണ്, ഫാമിലിയോടൊപ്പം നിന്ന് ചെയ്യാൻ സാധിക്കുന്ന ബിസിനസ്. ഒരു എക്സ്പീരിയൻസും വേണ്ട, ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ട, സൗന്ദര്യം വേണ്ട, ആരോഗ്യം പ്രശ്നമില്ല. നിങ്ങൾക്ക് ഡ്രീം ഉണ്ടെങ്കിൽ, ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി നമുക്ക് ചെയ്യാൻ സാധിക്കും. അതും പാസീവ് ഇൻകം, ലൈഫ് ലോങ് നമ്മുടെ ആബ്സെൻസിലും നമ്മുടെ കുടുംബത്തിലേക്ക് വരുമാനത്താൻ സാധിക്കുന്നു. പാർട്ട് ടൈമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം, ജോലിയോടൊപ്പം സ്റ്റാർട്ട് ചെയ്യാം, പഠനത്തോടൊപ്പം സ്റ്റാർട്ട് ചെയ്യാം. വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നുകൊണ്ട് വീട്ടു ജോലിയോടൊപ്പം തുടങ്ങാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. പേഴ്സണലി നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ടൈം ഫ്രീഡം നേടാൻ സാധിക്കുന്നു. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇത് നിങ്ങൾ ഒറ്റയ്ക്കല്ല ചെയ്യേണ്ടത്. നിങ്ങളെ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തി ആരാണോ ആ വ്യക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും.
അതോടൊപ്പം വെസ്റ്റീജ് എന്ന കമ്പനി, വിന്നിംഗ് ടീം എന്ന ഓർഗനൈസേഷൻ നമ്മളെ ട്രെയിൻ ചെയ്ത് മെൻറ്ററിങ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിച്ച് തരാൻ അടിപൊളിയായിട്ടുള്ള ഓർഗനൈസേഷൻ നമ്മളോടൊപ്പം ഉണ്ട്. വേറെ ഒരു മേഖലയിലും വേറെ ഒരു സ്ഥലത്തും നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുണ്ടാവില്ല. നമ്മൾ ലക്ഷങ്ങളും കോടികളും കൊടുത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ബിസിനസ് ചെയ്താൽ നമ്മളെ ആരും സഹായിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ ഒരു ഓർഡിനറി പീപ്പിളിനെ എക്സ്ട്രാ ഓർഡിനറി പീപ്പിളാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്നത്. ഇനി സക്സസ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റോറി നമുക്ക് നോക്കാം. ഇദ്ദേഹമാണ് മിസ്റ്റർ SP ബെറിൽ ആൻഡ് സന്ധ്യ ബെറിൽ ഫാമിലി, ജയ്പൂർ സ്വദേശിയാണ്. ഇവർ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ 2015 വന്ന ഫാമിലിയാണ്. ഇന്ന് 3 ലക്ഷറി കാറും ഏകദേശം ഒരു പ്രീമിയം ലക്ഷറി വില്ല ഉള്ള വ്യക്തിയാണ്. ഏകദേശം 70 ലക്ഷത്തിനടുത്ത് വരുമാനം വാങ്ങിക്കുന്ന ഒരു സാറാണ്, നമ്മുടെ ക്യാപ്റ്റനാണ്, മെൻറ്ററാണ്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മകൻ ലണ്ടനിൽ ബിരുദാനന്തരം കഴിഞ്ഞ് ഇന്ന് വെസ്റ്റീജിലൂടെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന യങ് ഓൺട്രപ്രണറാണ് സർഭാഗ്യ ബെറിൽ സാർ. അതോടൊപ്പം തന്നെ ഇത് ഗുലാബ് സിംഗ് ജഡേജ, ഗുജറാത്തിയാണ്, ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറാണ്, മില്ലേനിയം ക്ലബ്ബ് മെമ്പറാണ്. ഏകദേശം 10 ലക്ഷത്തിന് മേലെ സ്ഥിരമായിട്ട് വരുമാനം വാങ്ങിക്കുന്ന വ്യക്തിയാണ്. ഇത് 25 ലക്ഷം മേലെ വരുമാനം ഇദ്ദേഹത്തിനുണ്ട്. ലക്ഷറി കാർ ഓണറാണ്, 2 കാറുണ്ട് ഇദ്ദേഹത്തിന്. അതുപോലെ പ്രീമിയം വില്ല വേറെ ഇദ്ദേഹത്തിനുണ്ട്. അതോടൊപ്പം തന്നെ അനൂപ് ഗുപ്ത ആൻഡ് ആരതി ഗുപ്ത, ഭോപ്പാൽ സ്വദേശിയാണ്. അദ്ദേഹം ലക്ഷറി കാർ ഓണറാണ്, മില്ലേനിയം ക്ലബ്ബ് മെമ്പറാണ്, ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറാണ്. അടുത്തത് സാഗർ ബാംബ്രി, മുംബൈ സ്വദേശിയാണ്. ഇദ്ദേഹം ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറാണ്, മില്ലേനിയം ക്ലബ്ബ് മെമ്പറാണ്. മില്ലേനിയം ക്ലബ്ബ് മെമ്പർ എന്ന് വെച്ചാൽ എല്ലാ മാസവും 10 ലക്ഷത്തിൽ മേലെ വരുമാനം വാങ്ങിക്കുന്ന ഫാമിലി, ലക്ഷറി കാർ ഓണറാണ്. ഇത് മുഹമ്മദ് സലീം സാറാണ്, ഹൈദരാബാദ് സ്വദേശി, ടാക്സി ഡ്രൈവറാണ്. ആത്മഹത്യ വക്കിൽ നിന്നും ഇന്ന് കോടീശ്വരനായി മാറിയ വ്യക്തി, ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറും മില്ലേനിയം ക്ലബ്ബ് മെമ്പറും, ഏകദേശം 14 ലക്ഷത്തിന് മേലെ വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. മെഴ്സിഡീസ് ബെൻസ് ഓണറാണ്. ലക്ഷറി വില്ല, ഏകദേശം 2 കോടി രൂപയ്ക്ക് മേലുള്ള ലക്ഷറി വില്ല വാങ്ങിച്ച വ്യക്തിയാണ്. ഇദ്ദേഹം കൊണ്ടുവന്ന വ്യക്തികളാണ് ഈ പുരുഷോത്തം ദാസും അതുപോലെ അടുത്തൊരു വ്യക്തിയും കൂടെ. ഇദ്ദേഹം പോലീസ് കോൺസ്റ്റബിൾ ആണ്. എന്ന് ഏകദേശം 19 ലക്ഷം 22 ലക്ഷത്തിനടുത്ത് വരുമാനം വാങ്ങിക്കുന്ന വ്യക്തിയാണ്. പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് പോലും വൈഫിൻ്റെ പേരിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ്. മില്ലേനിയം ക്ലബ്ബ് മെമ്പറാണ്, ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറാണ്, മെഴ്സിഡീസ് ബെൻസ് വാങ്ങിച്ച വ്യക്തിയാണ്. പ്രീമിയം വില്ല ഓണർ കൂടിയാണ് ഇദ്ദേഹം ഹൈദരാബാദിൽ. ഞാൻ നേരിട്ട് കണ്ട വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഇത് ശ്രീനിവാസനാണ്. 7ാം ക്ലാസ് വിദ്യാഭ്യാസം മുതൽ 19 ലക്ഷം രൂപ വരുമാനമുണ്ട് ഇദ്ദേഹം. ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ, വെസ്റ്റീജ് മില്ലേനിയം ക്ലബ്ബ് മെമ്പർ, അതുപോലെ മെഴ്സിഡീസ് ബെൻസ് ഓണറാണ്. ഇദ്ദേഹം സലീം സാർ കൊണ്ടുവന്ന വ്യക്തിയാണ്. ആദ്യം 6 മാസത്തിന് ശേഷമാണ് സലീം സാറിൻ്റെ കൂടെ അദ്ദേഹം ബിസിനസ്സിൽ ജോയിൻ ചെയ്തത്. പക്ഷേ 6 മാസത്തിന് ശേഷം ജോയിൻ ചെയ്തെങ്കിലും സലീം സാറിനേക്കാളും ഏകദേശം 4 ലക്ഷത്തിലധികം വരുമാനം ഇദ്ദേഹത്തിനുണ്ട്. അതാ പറഞ്ഞ ഈ ഓപ്പർച്യൂണിറ്റി ആർക്ക് വേണമെങ്കിലും ഉയർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇന്ന് ജോയിൻ ചെയ്ത വ്യക്തിക്ക് പോലും നമ്മളെക്കാളും വരുമാനം വാങ്ങിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാനാണ് വെസ്റ്റീജ് തന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ഭരതേട്ടൻ, തൃശ്ശൂർ സ്വദേശിയായ ഡെപ്യൂട്ടി തഹസിൽദാർ റിട്ടയർ ആയതിനു ശേഷം വെസ്റ്റീജിൽ വന്ന് ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറും, അദ്ദേഹം ബെൻസ് കാർ ഓണറാണ്, ലക്ഷറി ഫ്ലാറ്റുള്ള വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഓരോ വേൾഡ് ടൂർ പോകുന്ന ഏകദേശം എനിക്കൊന്ന് 13-14 രാജ്യങ്ങൾ സന്ദർശിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുന്നാണ് ശ്രീലങ്കയിൽ പോയി വന്നിരിക്കുന്നത് ഭരതേട്ടൻ. നമ്മുടെയൊക്കെ വലിയേട്ടനാണ്. കേരളത്തിലെ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ. പ്രായം 76 ആണെങ്കിൽ പോലും ഇപ്പോഴും ചെറുപ്പമാണ്. അതോടൊപ്പം തന്നെ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ജ്യോതിഷ് കുമാർ സാർ, കേരളത്തിലെ ആദ്യത്തെ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ. അതോടൊപ്പം തന്നെ അദ്ദേഹം 2.5 കോടി, ഏകദേശം 3 കോടിക്ക് അടുത്തുള്ള ഒരു വീട് വെച്ചിരിക്കുന്ന തിരുവനന്തപുരം മലയങ്കീരം സ്ഥലത്ത്. ഇത് സുധീഷ് മറാണ് സാർ, നേരത്തെ പറഞ്ഞ ഭരതേട്ടൻ്റെ മകനാണ്. 2nd ജനറേഷൻ ബിസിനസ്സാണ്. ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറാണ്. യങ് ഓൺട്രപ്രണർ. എല്ലാ രാജ്യങ്ങളും ഏകദേശം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഏകദേശം വിദേശ രാജ്യങ്ങളെല്ലാം സഞ്ചരിച്ച ഒരു ഫാമിലിയാണ്. നമ്മൾ വന്നിരിക്കുന്നത് കറക്റ്റ് ടൈമിൽ റൈറ്റ് പീപ്പിളിനോടൊപ്പം അസോസിയേഷൻ സാധിക്കാൻ സക്സസ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വിന്നിംഗ് ടീം എന്ന ഓർഗനൈസേഷൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ലക്ഷറി ലൈഫിലേക്ക് കൊണ്ടുപോകാനും അതോടൊപ്പം തന്നെ നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് പറയാം. 22 വർഷം ദുബായിൽ ജോലി ചെയ്ത ഒരാളാണ് ഞാൻ. ആ സമയത്ത് അവിടെ നിന്നുകൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പാർട്ട് ടൈം ആയിട്ട് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഏകദേശം 1.5 വർഷം കൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ വലുപ്പം മനസ്സിലാക്കി ജോബ് റിസൈൻ ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ഫുൾ ടൈം ആയി ചെയ്ത് 13 രാജ്യങ്ങളിലേക്ക് ബിസിനസ് എത്തിച്ച ഒരാളാണ്. ഓൺലൈനിലൂടെ ഒരാളെ പോലും നേരിട്ട് കാണാതെ സൂം മീറ്റിങ്ങിലൂടെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത ഒരാളാണ്. ഇന്ന് ഗൾഫ് മതിയാക്കി നാട്ടിലേക്ക് വന്ന സമയത്ത് എനിക്ക് അവിടെ കിട്ടുന്നൊരു വരുമാനം എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് വാങ്ങിക്കാൻ സാധിക്കുന്നു. ഇങ്ങനൊരു അവസരം ഏതെങ്കിലും പ്രവാസികൾക്ക് കിട്ടുമോ?
നമ്മുടെ നാട്ടിൽ എത്ര പ്രവാസികൾ ഇപ്പോൾ യുദ്ധം കഴിഞ്ഞ് നാട്ടിലേക്ക് ജോലി നഷ്ടപ്പെട്ട് വന്നിട്ടുണ്ട്, എത്ര ആൾക്കാർ വരാൻ കിടക്കുന്നുണ്ട്. ഈ ഒരു അവസരം നമുക്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തൂടെ? ഒരുപാട് കുടുംബങ്ങളിലേക്ക് സമൃദ്ധി എത്തിക്കാനും ആരോഗ്യം എത്തിക്കാനും സാധിക്കുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ ശരിക്കൊന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയോട് ഒന്നും കൂടെ കോൺടാക്ട് ചെയ്യുക, കൂടുതൽ അറിയാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. നല്ലൊരു ലൈഫ് നമുക്ക് ലക്ഷറി ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടാവും. അതുപോലെ ഇന്ന് ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ എനിക്കൊരു അവസരം തന്ന വിന്നിംഗ് ടീമിൻ്റെ എല്ലാ ലീഡേഴ്സിനോടും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. ബാക്ക് ടു ആൻഡോ മാഷ്. താങ്ക് യു ഷാജി സാർ. എന്തായാലും വളരെ സിമ്പിൾ ആയിട്ട് അല്ലെ നമ്മുടെ ലൈഫിൽ എങ്ങനെ ഒരു മാറ്റം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, ഈ ഒരു പ്രൊജക്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കുമെന്ന് ഷാജി സാർ വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ പ്ലാൻ, എങ്ങനെയാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാം എന്നുള്ള എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിൾ ആയിട്ട് ഷാജി സാറ് പ്രത്യേകം നമുക്ക് പറഞ്ഞു തന്നു. അതിന് പ്രത്യേകം ഞാൻ എല്ലാവരുടെ പേരിലുള്ള താങ്ക്സ് അറിയിക്കാണ്. നമുക്ക് എല്ലാവർക്കും ചാറ്റ് ബോക്സിലൂടെ ഷാജി സാറിനുള്ള താങ്ക്സ് അറിയിക്കാം. ഷാജി സാർ അവസാനം പറഞ്ഞു, കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെട്ടു പോകും. ഇന്ന് കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ ബിസിനസ് ട്രെൻഡുകളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഇന്ന് ഡയറക്ട് സെല്ലിംഗ് മേഖല വളരെ വളരെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം നമുക്കറിയാം, ഇപ്പൊ കേരള ഗവൺമെന്റ് ലീഗലൈസ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ് ഡയറക്ട് സെല്ലിംഗ്. ഗവൺമെന്റ് ഇതിന് അംഗീകാരം നൽകി കഴിഞ്ഞു. ആ അംഗീകാരം നൽകിയ കമ്പനികളിൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു മോണിറ്ററിംഗ് അതോറിറ്റി രൂപീകരിച്ച് ഇനിയുള്ള കാലഘട്ടത്തിൽ ഡയറക്ട് സെല്ലിംഗ് ലൈസൻസ് കിട്ടണമെങ്കിൽ പോലും ഈ മോണിറ്ററിംഗ് അതോറിറ്റിയുടെ ലൈസൻസ്, അവരുടെ അനുവാദം, പെർമിഷൻ കിട്ടണം. അവര് കൃത്യമായി ചെക്ക് ചെയ്തിട്ട് അതിൽ ഏതൊക്കെ കമ്പനികളാണ് ശരിയായ രീതിയിൽ നടക്കുന്ന ആ കമ്പനികൾക്ക് മാത്രമേ ഇനി ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈസൻസ് കിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് കമ്പനികളാണ്, ഏകദേശം വിരലിലുണ്ടാവുന്ന കുറച്ച് കമ്പനികളിൽ, ആ ഒരു കമ്പനികളിൽ ഇന്ന് ടോപ്പ് നിൽക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വെസ്റ്റേജ് കമ്പനിയാണ്. അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടം, കമ്പനി 22 വർഷം കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും കമ്പനി വളരെ ഏകദേശം 2030 60 കോടി ടേൺ ഓവറിലേക്കാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ 30 രാജ്യങ്ങളിലേക്ക് കമ്പനി ഡെവലപ്പ് ചെയ്യാൻ പോകണം. അപ്പൊ നമ്മൾ ഇന്ന് ചിന്തിക്കുക, നമ്മൾ ഇന്ന് ഏത് ലെവലായിക്കോട്ടെ, പക്ഷെ നമ്മളൊന്ന് സീരിയസ് ആയിട്ട് ഒരു 2-3 വർഷം വെസ്റ്റേജുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും വലിയൊരു മാറ്റമാണ് വരാൻ പോകുന്നത്. അത് നമ്മളൊന്ന് മുൻകൂട്ടി കണ്ട. അപ്പൊ ഇന്ന് ഷാജി സാറ് അതെങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്ന് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് വ്യക്തമാക്കി തന്നു. അതിന് ഞാൻ ഷാജി സാറിന് പ്രത്യേകം താങ്ക്സ് എല്ലാവരും എല്ലാം അറിയിക്കാണ്. താങ്ക് യു ഷാജി സാർ. ഇനി നമുക്ക് വരുന്നത് ഒരു ക്ലോസിംഗ് സെഷനാണ്. ആ ക്ലോസിംഗ് സെഷൻ ചെയ്യുന്നത് വ്യക്തിത്വത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം KICBയിൽ എഞ്ചിനീയർ ആയിരിക്കുന്ന സമയത്താണ് ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച് കേൾക്കുന്നത്. ഈ പ്രൊജക്ട് മനസ്സിലാക്കി സീരിയസ് ആയിട്ട് പാർട്ട് ടൈം ആയിട്ട് ചെയ്തുകൊണ്ട് ഇന്ന് KICBയിലെ എഞ്ചിനീയർ എന്നുള്ള ആ ജോലി റിസൈൻ ചെയ്ത് ഇന്ന് വിന്നിംഗ് ടീമും വെസ്റ്റേജുമായിട്ട് വളരെ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യും. ഏകദേശം 16 ടീം, അത് ഏകദേശം 16 ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ മെമ്പർമാരെ എണ്ണം നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ 16 ടീമിനെ വിജയിപ്പിച്ച് ഇന്ന് ഈ വെസ്റ്റേജിലെ ഡബിൾ ക്രൗൺ ഡയറക്ടർ ആയിട്ടുള്ള തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള നമുക്കെല്ലാം പ്രിയപ്പെട്ട വെങ്കടേഷ് സാറാണ് ഇന്നത്തെ ക്ലോസിംഗ് സെഷൻ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ എല്ലാവരും പേരിലും വെങ്കടേഷ് സാറിനെ വളരെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. വാം വെൽക്കം വെങ്കടേഷ് സാർ. ഓക്കെ, താങ്ക് യു. സൗണ്ട് ഓഡിബിൾ ആണല്ലോ അല്ലേ? യെസ് ഓക്കെ. ഓക്കെ, താങ്ക് യു. എന്തായാലും വളരെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആണ് മാഷ എനിക്ക് തന്നത്. വളരെ സന്തോഷം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻട്രൊഡക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പറ്റിയൊരു കാര്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ പ്രത്യേകം കൺഗ്രാലേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇത്ര നേരം നമുക്ക് വളരെ നല്ല സിമ്പിളായിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ നമുക്ക് ചെയ്തു തന്ന ഈ ഒരു CEO ഓപ്പർച്യൂണിറ്റീനെ സംബന്ധിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഷാജി മിത്തൽ, അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ ഗംഭീരമായിരുന്നു. അത് പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഓക്കെ, ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന വിധത്തിൽ അദ്ദേഹം പ്രസൻറ്റ് ചെയ്തു. വളരെ നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തു. വളരെ സന്തോഷം, കൺഗ്രാജുലേഷൻ. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ കൂടെയാണ് ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി അന്വേഷിച്ച് നടന്ന വ്യക്തിയൊന്നുമല്ല, വേണ്ട അല്ലെങ്കിൽ താല്പര്യമില്ലാതിരുന്ന ആ ഒരു വ്യക്തി യാദൃശ്യമായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും, ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ വന്നു.
സീരിയസ് ആയിട്ട് എടുത്തു. ആ സമയത്ത് അദ്ദേഹം ദുബായിൽ ഇരിക്കുന്നു. അദ്ദേഹത്തിന്റെ ബിസിനസ് നടക്കുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ മറ്റു നേരത്തെ പറഞ്ഞ പോലെ 13 രാജ്യങ്ങൾ നടക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹത്തിന് പോയിട്ട് ചെയ്തിട്ട് നടപ്പാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. പക്ഷെ അതേ സമയത്ത് അത് നടപ്പാക്കി എടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ആ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും സംസാരിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം കൺഗ്രാജുലേറ്റ് ചെയ്തത്. ഇനി എന്നെ ഒന്ന് സെൽഫായിട്ടൊന്ന് പരിചയപ്പെടുത്താം. ഓൾറെഡി പരിചയപ്പെടുത്തിയതാണ്. വെങ്കടേഷാണ്, തൃശ്ശൂരാണ് സ്ഥലം. ബൈ പ്രൊഫഷണൽ എഞ്ചിനീയർ ആണ്. ഞാൻ KSEBയിൽ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, ഷൊർണൂർ സബ്സ്റ്റേഷനിൽ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുന്നത്. വളരെ യാദൃശ്യമായിട്ടാണ് ഈ ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുന്നത്. കാരണം എന്താ വെച്ചാൽ യാദൃശ്യം എന്ന് പറയാൻ കാരണം ഇതുപോലെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള താല്പര്യമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. വളരെ ഒതുങ്ങിക്കൂടി ഒഴിഞ്ഞു മാറി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. രണ്ടാളെ കണ്ട മിണ്ടില്ല എന്ന് മാത്രമല്ല, ഒഴിഞ്ഞു മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരുന്നു നമ്മളുടെ ഒരു നേച്ചർ. വളരെ ഇൻട്രോവേർട്ട് ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എൻ്റെ ജോലിയിൽ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. തരക്കേടില്ലാത്ത പോസ്റ്റാണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തരക്കേടില്ലാത്ത പോസ്റ്റാണ്, തരക്കേടില്ലാത്ത സാലറി, വരുമാനമുണ്ട്. അപ്പൊ അത് ആയതുകൊണ്ട് തന്നെ വേറൊന്നിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തിയ എൻ്റെ ചെറിയച്ഛനാണ്. അദ്ദേഹം പരിചയപ്പെടുത്തിയപ്പോ തട്ടിക്കളയാൻ പറ്റാത്തത് കൊണ്ട് പരിചയപ്പെട്ടതാണ്. പക്ഷെ ഇത് കേട്ട് ഒരു തവണയല്ല, 2 തവണ 3 തവണയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അതിന്റെ വ്യാപ്തി മനസ്സിലാക്കിയപ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് എടുത്തു. പ്രത്യേകിച്ച് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു പോയിന്റ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലീവ് എ ലെഗസി എന്ന് പറയും. ലീവ് എ ലെഗസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് വെച്ചതിൽ നിന്ന് അടുത്ത തലമുറയ്ക്ക് നേടിക്കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് കൈമാറി കൊടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. ഞാൻ KSEBയിൽ എഞ്ചിനീയർ ആയിട്ട് ജോലി നോക്കുന്ന സമയത്ത് അവിടെ തന്നെ നിന്നിട്ട് റിട്ടയർ ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും എൻ്റെ ജോബ്, ആ റിട്ടയർ ചെയ്യുന്ന പോസ്റ്റ് എൻ്റെ അടുത്ത ജനറേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. അതേ സമയത്ത് ഇവിടെ ഞാൻ കണ്ട ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഡബിൾ ക്രൗൺ ഡയറക്ടർ ആയിട്ടുള്ളൂ. ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ, VMCM മെമ്പർ, അങ്ങനെയൊക്കെയുള്ള 2-3 ലെവലുകൾ ഇനിയും കയറാനുണ്ട്. പക്ഷേ ഞാൻ എത്തി നിൽക്കുന്ന പൊസിഷൻ, വരുമാനം എന്താണോ അതെനിക്ക് അടുത്ത ജനറേഷന് കൈമാറാൻ പറ്റും എന്നുള്ളത് എനിക്ക് സ്ട്രൈക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ സീരിയസ് ആയിട്ട് എടുത്തത്. എന്നിട്ടും ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ്, ജോലി കളയാതെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പാർട്ട് ടൈം ആയിട്ട് ചെയ്ത്, ജോലിയുടെ കൂട്ടത്തിൽ പാർട്ട് ടൈം ആയിട്ട് ചെയ്ത് റിസൾട്ട് ആയപ്പോൾ, ജോലിയിൽ കൂടെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ ജോലി വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ഇപ്പോൾ ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ടൈമിനെ എൻ്റെ ഇഷ്ടം പോലെ ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മുടെ സാമ്പത്തികം അതിനനുസരിച്ച് മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു പൊസിഷൻസ് ടേൺ ഓവർ നമുക്ക് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടായിരിക്കും. സെയിം ടൈം നമ്മുടെ ടൈമിനെ സാധാരണ നിലയ്ക്ക് നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ടൈം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഓട്ടോമാറ്റിക്കായിട്ട് കൂടുതൽ ടൈം കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ടൈം നമ്മുടെ ടൈം നമ്മുടെ അല്ലാണ്ടായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് എംപ്ലോയീസ് ആയിക്കോട്ടെ, ബിസിനസ്സുകാരായിക്കോട്ടെ, അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതേ സമയത്ത് അതിന് വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ആ ടൈം ഫ്രീഡമാണ്. നമുക്ക് ആ ടൈം ഫ്രീഡം എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ പൊരുള്. അപ്പൊ ആ തരത്തിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇതും ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതുപോലെ നിങ്ങൾ ജീവിതത്തിൽ എന്താണോ ലക്ഷ്യം വെക്കുന്നത്, സ്വപ്നം കാണുന്നത്, അതെന്തും നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് ഈ ഓപ്പർച്യൂണിറ്റിയിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഹെൽത്തി ഫാമിലി ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളുടെ ജോബ് അല്ലെങ്കിൽ ബിസിനസ് അതിൻ്റെതായിട്ടുള്ള സ്ട്രെസ്, അതിൻ്റെതായിട്ടുള്ള ഹെക്റ്റിക് ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും മിസ്സാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹെൽത്താണ്. ആ സംഭവം നമുക്കിവിടെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു, ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ സപ്ലിമെന്റ്സ്, നമുക്കിവിടെ കിട്ടുന്ന ഗൈഡൻസ്, നമുക്കിവിടെ കിട്ടുന്ന ട്രെയിനിങ്ങുകൾ ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ഗ്രേറ്റ്. അപ്പൊ ഞാൻ എന്താ ഇതൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെല്ലാം ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റുകളാണ്.
അപ്പൊ ഇതെല്ലാം ഒരുമിച്ച് കിട്ടാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന കമ്പനി എന്ന് പറയുക വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് പറയുന്ന കമ്പനി 22 വർഷം കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ 22 വർഷം കംപ്ലീറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് 23-ാം വർഷത്തിലേക്ക് കടന്നതിന്റെ ഭാഗമായിട്ട് കമ്പനി ഒരു സ്പെഷ്യൽ ഓഫർ അല്ലെങ്കിൽ സ്പെഷ്യൽ ഒരു അറേഞ്ച്മെന്റ് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ ഓൾറെഡി നമ്മുടെ ഷാജി ഓൾറെഡി ഷെയർ ചെയ്ത് കഴിഞ്ഞതാണ്. മാച്ചിങ് ക്ലബ് പോയിന്റ് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പുതുതായിട്ട് നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരുന്ന വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബിസിനസ് നമുക്ക് ഷെയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് മാച്ച് ചെയ്തുകൊണ്ട് നമ്മളുടെ ഇൻകം വീക്കിലി ബേസിസിൽ തന്നെ നമ്മുടെ ഇൻകം നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ് ടു 90,000 റുപ്പീസ് വീക്കിലി 90,000 റുപ്പീസ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മാസത്തിൽ പറയുകയാണെങ്കിൽ 3,60,000 രൂപയുടെ ബിസിനസ് വരുമാനം നമുക്ക് എത്താനായിട്ട് സാധിക്കുന്ന ഒരു അഡീഷണൽ ഇൻകം ഓഫറാണ് നമുക്ക് കമ്പനി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊരു കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു എക്സ്ട്രാ ഒരു ഇനീഷ്യേറ്റീവ് ആണ്. ഇത് 22-ാം വാർഷികം പ്രമാണിച്ച് വന്നിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ്. ഇതുപോലെ തന്നെ നമുക്കറിയാം, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക്, പേഴ്സണലായിട്ട് കൂടുതൽ ബിസിനസ് ചെയ്യുന്ന, പേഴ്സണൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക്, നമ്മളുടെ സ്വന്തം പേർക്ക് കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരതിന് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 6 മാസത്തെ പ്രോജക്റ്റ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇൻസെന്റീവ് ട്രിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ല സമയമാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം. ഇനി അതിലുപരി പറയുകയാണെങ്കിൽ ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ചീഫ് മെന്റർ ആയിട്ടുള്ള SP ബാറിൽ സാർ, അദ്ദേഹം 20-ാം തീയതി കേരളത്തിൽ എത്താൻ പോവുകയാണ്. 20-ാം തീയതി അത് തൃശ്ശൂരാണ് എത്തുന്നത്. ഒരു 1 ഡേ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് വരാൻ പോകുന്നത്. നമ്മളുടെ കൂടെയുള്ള നമ്മുടെ ബിസിനസ്സിൽ ഇപ്പൊ കേരളത്തില് സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇന്ന് നമ്മളുടെ കൂടെ ഉണ്ട്. അവർക്ക് അതിന്റെ വാല്യൂ അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്നിവിടെ പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി നിങ്ങളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ഫിനാൻഷ്യൽ ഫ്രീഡം ആയിക്കോട്ടെ, ടൈം ഫ്രീഡം ആയിക്കോട്ടെ, മറ്റു ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, ഇതൊക്കെ നേടാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതിലുപരി ഇപ്പോ 22-ാം വാർഷികം പ്രമാണിച്ച് നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ഇപ്പോ വരുമ്പോൾ കിട്ടുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പൊ ഈ പറയുന്ന മാച്ചിങ് ക്ലബ് പോയിന്റ് ഒക്കെ നമുക്ക് ഒരു 3 മാസത്തേക്കാണ് അവർ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾ റൈറ്റ് ടൈമിലാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ 20-ാം തീയതി വരാൻ പോകുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് അത് 20-ാം തീയതി കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ അത് കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ ഇന്ന് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതൊന്ന് സീരിയസ് ആയിട്ട് ചെയ്യണം എന്നുള്ള തീരുമാനമുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇനി ആകെ വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നേട്ടങ്ങൾ കൊയ്യണം, വലിയ ലക്ഷ്യങ്ങൾ നേടണം എന്നുള്ള തീരുമാനം അതാരാ എടുക്കേണ്ടത്? അത് സെൽഫായിട്ട് നമ്മൾ എടുക്കേണ്ട തീരുമാനമാണ്. അങ്ങനെ നിങ്ങൾക്ക് സെൽഫായിട്ട് തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ ഇതാ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫാമിലിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ കൂടുതലായിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് വരിക. നമുക്ക് കമ്പനി നമുക്ക് തന്നിട്ടുള്ള ഓഫർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഫോം, അങ്ങനെ ഫിസിക്കലായിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം ഒന്നുമില്ല, നിങ്ങൾ ഒരു നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ, കോഡ് ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് 30 ഡേയ്സിന്റെ ഫ്രീ ലുക്ക് പീരീഡ് ഉള്ളതാണ്. പ്രോഡക്റ്റ് മേടിച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തിരിച്ചു കൊടുക്കാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ അത്രയും എന്താ പറയാ ഫെസിലിറ്റിയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് ബാക്കപ്പോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് നിങ്ങൾ വരുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. ഈ സമയത്ത് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമലി നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ, ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ ഷാജി സാറിന്റെ പ്രസന്റേഷനും അതുപോലെ ഞാൻ സംസാരിച്ച കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇതിലെന്തോ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം. അത് വെച്ചിട്ട്
നോർമലി സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 4 ആളുടെ പോയിട്ട് ഒന്ന് സംസാരിക്കുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് അവർ ചെയ്യുന്ന പ്രോസസ്സ്. അത് ചിലപ്പോൾ ഒരു പക്ഷേ അഭിപ്രായം ചോദിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ കൂടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് 4 ആളെ ശരിയാക്കാൻ പറ്റുമോ എന്നുള്ള ചിന്താഗതിയിൽ സംസാരിക്കുന്നതായിരിക്കാം. ഇത് രണ്ടും തെറ്റാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരോട് പോയിട്ടാണ് ഇത് സംസാരിക്കേണ്ടത്? ഇപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതാണ് എങ്കിൽ നിങ്ങൾ പോയി സംസാരിക്കേണ്ടത് ഇത് ചെയ്ത് വിജയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളടുത്ത് പോയിട്ട് വേണം സംസാരിക്കാൻ. ഇല്ലെങ്കിൽ എന്തുണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മകന് അല്ലെങ്കിൽ മകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരാൾക്ക് കുട്ടിക്ക് MBBS സെലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പെട്ടിക്കടക്കാരൻ്റെ അടുത്ത് പോയിട്ട് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും? അദ്ദേഹത്തിന് നിങ്ങൾ എങ്ങനെ ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും? മിക്കവാറും നിങ്ങളെ മിസ്ഗൈഡ് ചെയ്യാണ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ആ തരത്തിലുള്ള മിസ്ഗൈഡ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തുന്നുണ്ടാവില്ല എന്ന് മാത്രമല്ല തെറ്റായ ഡയറക്ഷനിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അത് ചെയ്യാതെ നോക്കുക എന്നുള്ളതാണ് ഒരു കാര്യം പറയാനുള്ളത്. രണ്ടാമതൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഇത് സീരിയസ് ആയിട്ട് ചെയ്യേണ്ട ആൾക്കാരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ സഹായിക്കാനായിട്ട് നമ്മൾ നേരത്തെ അവിടെ ഷാജി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു, നമ്മളെ കൂടെ സഹായിക്കാനായിട്ട് വിന്നിങ് ടീം ആയിക്കോട്ടെ, നിങ്ങളിവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളായിക്കോട്ടെ, അവരെല്ലാവരും നിങ്ങളെ സഹായിക്കാനായിട്ടുണ്ടായിരിക്കും. അപ്പം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് വരിക, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. അതിലൂടെ വലിയ വലിയ നേട്ടങ്ങൾ നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. നേരത്തെ ഷാജി എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു, നിങ്ങളെ കൊണ്ടുവന്ന വ്യക്തികളെക്കാൾ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരിക്കും. ആ തരത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റിയിലൊക്കെ സീനിയോറിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും കൂടുതൽ വരുമാനം കിട്ടുന്നുണ്ടായിരിക്കുക. പക്ഷെ ഇവിടെ അതേ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സീനിയറേക്കാൾ കൂടുതൽ വരുമാനം കിട്ടാനായിട്ടുള്ള സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഏത് ആംഗിൾ കൂടെ നോക്കിയാലും ദിസ് ഈസ് ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി. ആയതുകൊണ്ട് തന്നെ റൈറ്റ് ടൈമാണ്, റൈറ്റ് അസോസിയേഷൻ ആണ്. ഇനി ആകെ ചോദിക്കുന്ന ചോദ്യം, ഡു യു വാണ്ട് ദിസ്? നിങ്ങൾക്കിത് വേണമോ വേണ്ടയോ? ആ തീരുമാനം നിങ്ങളാണ് എടുക്കേണ്ടത്. തീരുമാനമെടുക്കുക, മുന്നോട്ട് വരിക, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം, വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് തൽക്കാലം പറയാനുള്ളത്. സർവേശ്വരൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഒരു പ്രസന്റേഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു വെങ്കടേഷ് സാർ. വെങ്കടേഷ് സാറ് ഈ ഒരു ക്ലോസിംഗ് സെഷനിലൂടെ നമുക്ക് ഒരു നല്ലൊരു നമ്മളൊരു ജീവിതത്തിൽ എന്തൊക്കെ വേണം, നമുക്ക് ഡ്രീം ഉണ്ടാവണം, ആ ഡ്രീമിലൂടെ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ വേണം എന്ന് നമ്മൾ കൃത്യമായിട്ട് ലക്ഷ്യം വെച്ച് അതിനുവേണ്ടി വിന്നിംഗ് ടീമും വെസ്റ്റ് ടീമുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഫ്രീഡം, ടൈം ഫ്രീഡം, അങ്ങനെ നമ്മള് ട്രിപ്പുകള്, കാറ്, വീട് എല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിനൊരൊറ്റ കാര്യമുള്ളൂ, നമ്മളെല്ലാവരും ശക്തമായൊരു തീരുമാനം എടുക്കുക, ആ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുക. നേരത്തെ വെങ്കടേഷ് സാർ പറഞ്ഞതുപോലെ നമ്മള് ഈ ഒരു അവസരം കേട്ടു ഓടിപ്പോയി മറ്റുള്ളവരോട് ഓടിപ്പോയി പറയാതെ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി നമ്മുടെ ലീഡേഴ്സുമായിട്ട് സംസാരിച്ച് അറിവുള്ളവരുമായിട്ട് ഇരുന്ന് സംസാരിച്ചതിന് ശേഷം നമ്മൾ ഷെയർ ചെയ്യാം. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് അവർക്ക് കൃത്യമായിട്ടൊരു അറിവ് ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് ഓടിപ്പോയി പറയാതെ നമ്മുടെ ലീഡേഴ്സായിട്ട് നമ്മൾ ഇവിടേക്ക് വിളിച്ച ആളുകളുമായിട്ട് ഒരുമിച്ച് പോകാം. അപ്പൊ എന്തായാലും ശക്തമായ ഒരു തീരുമാനം എല്ലാവരും എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും ഇന്നത്തെ പ്രോഗ്രാം. കാരണം ഷാജി സാറിന്റെ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഇതിലെങ്ങനെ നമുക്കൊരു നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാം, അതിനെന്തൊക്കെ വേണം എന്നുള്ള എങ്ങനെയൊക്കെ നേടിയെടുക്കാം എന്ന് ഈ പ്ലാൻ പ്രസന്റേഷനിലൂടെ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അതിന് ഞാൻ എല്ലാവരും പേരിലും ഷാജി സാറിന് ഒരിക്കൽ കൂടി നന്ദി പറയാണ്. അതോടൊപ്പം തന്നെ ക്ലോസിംഗ് സെഷൻ വളരെ ഗംഭീരമായിട്ട് അല്ലെ നമുക്കെല്ലാം വളരെ വ്യക്തമായി സിമ്പിളായിട്ട് പറഞ്ഞു തന്ന വെങ്കടേഷ് സാറിനും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ടും ഇന്നത്തെ ഈ ഗ്ലോബൽ സിയോയില് ഒരു MC ആവാൻ അവസരം തന്ന വിന്നിംഗ് ടീമിന്റെ എല്ലാ ലീഡേഴ്സിനോടും അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ അറ്റൻഡ് ചെയ്ത ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു. വിഷ് യു വെൽ.